എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞു പോയ സെപ്റ്റംബർ 7 എന്ന് പറയുന്നത് DMD ബോധവൽക്കരണ ദിനമായിരുന്നു. ആ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇന്നേ ദിവസം ഈ ഒരു സെഷൻ സംഘടിപ്പിക്കുകയാണ്. അതായത് DMD രോഗികളുടെ പരിചരണം, അതുപോലെ തന്നെ DMDയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മരുന്നുകൾ, അവയുടെ ഗവേഷണ സാധ്യതകൾ, അവയുടെ എത്രമാത്രം അത് നമുക്ക് പ്രയോജനകരമാണ് എന്നിവയെ കുറിച്ചെല്ലാമാണ് ഈ ഒരു സെഷനിൽ ഇന്നത്തെ മാഡം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ദിവസം നമ്മോടൊപ്പം ആയിരിക്കുന്നത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ സ്മിലു മാഡം ആണ്. സ്മിലു മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, വെൽക്കം. താങ്ക് യു ജെറിൻ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് യൂഷ്വലി അല്ല വരുന്ന ഒരു ഡൗട്ട് വരുന്നത്, ഇപ്പോൾ DMD പറഞ്ഞ ഡയഗ്നോസിസ് ആവുമ്പോൾ തന്നെ മിക്കവാറും സമയം വേറെ എല്ലാവർക്കും കേൾക്കേണ്ട ഒരൊറ്റ കാര്യം ഉണ്ടാവുന്നത്, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ, ട്രീറ്റ്മെന്റ് മെഡിക്കേഷൻസ് എങ്ങനെയാ പോകണ്ട്, മരുന്ന് കൊടുത്താൽ ഫുള്ളായിട്ട് മാറുന്നതാണോ, എത്രത്തോളം ഗുണം കിട്ടുന്നതാണ് മരുന്ന് കൊടുത്താൽ, എവിടെയാ മരുന്ന് കിട്ടുക, ക്ലിനിക്കൽ ട്രയൽസ് എന്താണ്, ഇതാണ് എല്ലാവരുടെയും ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ബട്ട് ഇതല്ലാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളായ ന്യൂട്രീഷൻ, പിന്നെ ചില കുട്ടികൾക്കുള്ള പഠന വൈകല്യം, സ്വഭാവ രീതികളായിട്ടുള്ള പ്രയാസങ്ങൾ, റെസ്പിറേറ്ററി ഇഷ്യൂസ്, കാർഡിയാക് ഇഷ്യൂസ്, ഇതിൽ ആരും അത്ര ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. ഇത് വാസ്തവതയാണ്, നമ്മൾ എല്ലാവരുടെയും കാണുന്ന ഒരു സംഭവം തന്നെയാണ്. ഫിസിയോതെറപ്പിക്ക് വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് പോകുന്നു, പല രീതികളായിട്ടുള്ള തെറാപ്പി ട്രൈ ചെയ്യുന്നു, കുറെ ആൾക്കാർ ആയുർവേദം ട്രൈ ചെയ്യുന്നു, യുനാനി ട്രൈ ചെയ്യുന്നു. ബട്ട് ആരും ആ കുട്ടിയുടെ ബിഹേവിയർ രീതികളായിട്ടുള്ള ഇഷ്യൂസ് അധികം നമ്മൾ കാണുന്നില്ല. BMD കുട്ടികൾക്ക് അത്ര ഒരു ബിഹേവിയർ ഇഷ്യൂസ് ഇല്ലെങ്കിലും DMD നമുക്ക് കുറെ കുട്ടികൾക്ക് ഞാൻ പഠന വൈകല്യം കണ്ടിട്ടുണ്ട്. കുറെ കുട്ടികളുടെ ഒരു ഇന്ററാക്ഷൻ, ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിട്ട് ഞാൻ കാണാറുള്ളതാണ്. ബട്ട് അതിനായിട്ട് ഒരു ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് 1 മാസം 2 മാസം ട്രൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോകുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് DMD. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ ലൈഫ് മെച്ചപ്പെടുത്തി എടുക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമായിട്ടുള്ളത്. സോ ഫസ്റ്റ് തിങ് ഇസ് DMD ഡയഗ്നോസിസ്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോ ആസ് ഏർലി ആയിട്ടുള്ളത്, എനിക്കിപ്പോ ഒരു 6 months ഓൾഡ് ബേബി വരെ നമ്മൾ കാണാറുണ്ട്. വളരെ ഏർലി ആയിട്ട് പ്രസന്റേഷൻ ഉള്ള ബേബീസ് ആണ്. ആൻഡ് ഇപ്പോൾ 1 year ബേബിയും നമ്മൾ കാണാറുണ്ട്. 1 year ബേബിക്ക് നമ്മൾ അടുത്ത പഠന സ്റ്റിറോയിഡ് മരുന്നുകളൊന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് പോയിട്ടേ നോക്കാറുള്ളൂ. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയും CPK ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മസിൽ ബയോപ്സി ചെയ്തിട്ടുണ്ട്, ഡയഗ്നോസ് ആയതാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ബട്ട് ജസ്റ്റ് CPK ടെസ്റ്റും മസിൽ ബയോപ്സി ടെസ്റ്റ് കൊണ്ടും നമുക്ക് DMD ആണോ BMD ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ വേണ്ടിയുള്ള കാര്യം നിർബന്ധമായിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് ആവശ്യമുള്ളതാണ്. പിന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാർ നമ്മൾ ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതും എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കുറെ പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ അസുഖങ്ങളും നമുക്ക് ഒരു ടെസ്റ്റിലോട്ട് കണ്ടെത്തണം എന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് രീതിയിൽ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് MLPA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. അത് വലിയ കോസ്റ്റ് ഉണ്ടാവില്ല, ഒരു 3000 to 6000 അകത്താണ് കോസ്റ്റ് ഉണ്ടാവുക. ബട്ട് അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം കണ്ടെത്തണം എന്നില്ല. ആൻഡ് മിക്കവാറും സമയം 80% ഓഫ് ദ ടൈംസ് നമുക്ക് DMDയുടെ ജനറ്റിക് ടെസ്റ്റ് അതിൽ കണ്ടെത്താൻ പറ്റും. 20% കുട്ടികൾക്ക് നമുക്ക് അതിൽ കണ്ടെത്തണം എന്നില്ല. അടുത്ത രീതിയിലുള്ള ടെസ്റ്റിലാണ് നമുക്ക് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റുക. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് കുറെ ആൾക്കാർ എനിക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആണ്, പിന്നെ മസിൽ ബയോപ്സി ചെയ്തു, അതിൽ കൺഫേം ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ബട്ട് അങ്ങനെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടും പ്രൊസീഡ് ചെയ്ത് ജനറ്റിക് ഡയഗ്നോസിസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. കുറെ തവണ നമ്മളിങ്ങനെ വിചാരിക്കും, എന്തിനാ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ആവശ്യമുള്ളത്, ജനറ്റിക് ടെസ്റ്റ് കൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളതെന്നാണ്. ഇപ്പോൾ നമുക്ക് SMA രോഗം കണ്ടതുപോലെ തന്നെ DMDയിലും കുറെ പ്രോഗ്രസ് ഇപ്പോൾ വരുന്നുണ്ട് ട്രീറ്റ്മെന്റ് വൈസ്. ഇപ്പൊ അടുത്ത ജീൻ തെറപ്പി വരാനുള്ള സാധ്യത ഉണ്ട്, ഇന്ത്യയിലോട്ട് തന്നെ വരുന്നതുമാണ്. ആൻഡ് അതല്ലാതെ കുറെ മരുന്നുകൾ, ഇപ്പൊ ജിവിനോസ്റ്റാറ്റ് പറഞ്ഞൊരു മരുന്ന് വന്നിട്ടുണ്ടായിരുന്നു, FDA അപ്രൂവൽ ആയിട്ടുണ്ട് 6 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മുന്നേ നമുക്കൊരു കണ്ടീഷന്റെ ഡയഗ്നോസിസ് എന്താണെന്ന് അറിയാതെ
വെറുതെ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ BMD ഉള്ള ആൾക്ക് എനിക്ക് നിർബന്ധമായിട്ട് സ്റ്റിറോയിഡ് കൊടുക്കണം എന്നുള്ളത് ഉണ്ടാവില്ല. ഞാൻ നോക്കിയിട്ടേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ DMD ആണോ BMD ആണോ എന്നുള്ളൊരു ജനറ്റിക് കൺഫർമേഷൻ ഇല്ലാതെ മരുന്നുകൾ കൊടുത്തിട്ട് കാര്യമില്ല. മരുന്നുകൾ കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് നമ്മൾ ജനറ്റിക് ഡയഗ്നോസിസിന്റെ പുറകെ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. പിന്നെ സെക്കൻഡ് ടൈം നമുക്ക് ഇതിന്റെ ജനറ്റിക് ടെസ്റ്റിംഗ് കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നെക്സ്റ്റ് രീതിയിൽ നമ്മൾ നോക്കുന്നത് പേരൻസിന്റെ നമ്മൾ CPK എപ്പോഴും ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്. എന്തുകൊണ്ടാ നമ്മൾ ഈ പേരൻസ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സിന്റെ CPK ഒക്കെ ചെയ്യിക്കുന്ന പറഞ്ഞ അവർക്ക് ഫസ്റ്റ് രീതിയിലായിട്ട് നമുക്ക് നോക്കേണ്ടത് കാരിയേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ ഹാർട്ടിന്റെ റിസ്കും കാര്യങ്ങളും ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാരിയർ CPK ടെസ്റ്റും കാര്യങ്ങളും അഡ്വൈസ് ചെയ്യുന്നത്, അത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ജനറ്റിക് ഡയഗ്നോസിസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഡയഗ്നോസ് ആയതിനു ശേഷം നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ തളർന്നു പോകേണ്ട ആവശ്യം ഇല്ല. എല്ലാ DMDയും ഒരുപോലത്തെ DMDs അല്ല, എല്ലാ BMDയും ഒരുപോലത്തെ BMD അല്ല. ഇപ്പൊ നമ്മള് ഇവിടെ ആരെയും DMD ബാധിച്ച കുട്ടികളാണ് ഒരു അസുഖങ്ങളായിട്ടല്ല കരുതുന്നത്. അതൊരു കണ്ടീഷൻ ആണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് അതിന്റെ ഫൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇത് വന്നു ബുദ്ധിമുട്ടായി, അയ്യോ എന്റെ ലൈഫ് മൊത്തം തകർന്നു പോയി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് ഫസ്റ്റ് ഒഴിവാക്കണം. ഓക്കെ, ആ ഒരു സപ്പോർട്ട് വേണ്ടി വരും. സപ്പോർട്ട് ഇപ്പൊ ഒരാൾക്ക് സംഭവിച്ച സംഭവങ്ങൾ മറ്റൊരാൾക്ക് അതേപോലെ സംഭവിക്കണം എന്നുണ്ടാവില്ല. ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണ്. അതുപോലെ DMDയുടെ ഓരോ ടൈപ്പും ഡിഫറെന്റ് ആണ്. ഞാൻ പലതവണ കാണാറുണ്ട്, ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. എസ്പെഷ്യലി ക്ലിനിക്കിൽ വരുമ്പോൾ ഒരു കുട്ടി വീൽ ചെയറിലാണ്, ഒരു കുട്ടി നടക്കുമ്പോൾ തമ്മിൽ പേരൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. നാളെ എൻ്റെ കുട്ടിക്ക് പ്രശ്നങ്ങൾ വരുമോ, എൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവോ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാന്നുള്ളത്. അങ്ങനെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. വേണ്ടത് നമുക്ക് നല്ല കെയറും കാര്യങ്ങളും കൊടുത്തു പോകാം. ബാക്കി നമുക്ക് പോകുന്ന രീതിയിൽ പോകാന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ വെറുതെ തളർന്നു പോകണ്ട എന്നാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കുട്ടികളുടെ ബോൺ ഹെൽത്ത് ആൻഡ് കാര്യങ്ങൾ. സ്റ്റിറോയിഡ് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് കുറെ ആൾക്കാർ വൈറ്റമിൻ D, കാൽഷ്യം ലെവലിൽ കൊടുക്കാൻ നോക്കുന്നില്ല. മെനി ടൈംസ് ഞാൻ വൈറ്റമിൻ D, കാൽഷ്യം സപ്ലിമെന്റ്സ് ഞാൻ മാത്രമല്ല കുറെ ഡോക്ടേഴ്സ് എഴുതുന്നുണ്ട്. ബട്ട് അത് ചില സമയത്ത് കൊടുക്കുന്നു, കുറച്ച് സമയം ഒഴിവാക്കുന്നു, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നു കുറച്ച്. ബട്ട് അത് എവറി 6 monthly വൺസ് നമുക്ക് വൈറ്റമിൻ D, കാൽഷ്യം, ഫോസ്ഫറസ്, ഇങ്ങനത്തെ മഗ്നീഷ്യം, ഇങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. എസ്പെഷ്യലി ഒരു കുട്ടി വീൽ ചെയറിലുള്ള കുട്ടിക്ക് നിർബന്ധമായിട്ട് ഈ കാൽഷ്യം, വൈറ്റമിൻ ഡിന്റെ ആവശ്യം ഉള്ളതാണ്. മെയിൻലി ബിക്കോസ് ആളുടെ ബോൺ ഹെൽത്ത് പിന്നെയും മോശമാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുന്നതാണ്. പ്ലസ് ഈ കാൽഷ്യം, വൈറ്റമിൻ D ഈ ലെവൽസ് ഒക്കെ നോർമൽ ആണെങ്കിൽ പ്ലസ് എന്നിട്ടും കുട്ടിക്ക് ബോൺ പെയിൻസോ മസിൽ ക്രാംസോ വരുവാണെങ്കിൽ നമുക്ക് സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ 6 monthly വൺസ് റെഗുലർ ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും ബോൺ ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേരൻസും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ജനറ്റിക് ഡയഗ്നോസിസ് ആണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഉള്ളത് ഈ ബോൺ ഹെൽത്ത്. ബോൺ ഹെൽത്ത് നമുക്ക് വേണ്ടിയുള്ളത് വിറ്റമിൻ D, കാൽഷ്യം മാത്രമല്ല, അത് നോർമലായിട്ടും കുട്ടിക്ക് വേദനകൾ എസ്പെഷ്യലി ബാക്ക് പെയിൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ അല്ലാതെ കുട്ടിക്ക് വേറെ മസിൽ വേദന വരുന്നു, രാത്രി കിടക്കാൻ പറ്റുന്നില്ല, കടച്ചൽ വരുന്നുണ്ട് എന്ന് പണ്ട് കുറെ ആൾക്കാർ വന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയുള്ളത് ബോൺ ഹെൽത്തിനെ മെച്ചപ്പെടുത്തുന്ന സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ ആയിരിക്കും. സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മുന്നേ വി ഓൾ അഡ്വൈസ് ഫോർ ഡെക്സാ സ്കാൻ. ഡെക്സാ സ്കാൻ പറയുന്നത് ഒരു സ്പെഷ്യൽ തരത്തിലുള്ള ഒരു എക്സ്റേ ആണ്. സോ വി ടേക്ക് ദിസ് എക്സ്റേ മെയിൻലി ടു സീ ബോണിന്റെ ഡെൻസിറ്റി എത്രയുണ്ട്, ബോണിന്റെ ഫ്രെജിലിറ്റി ഉണ്ടോ. ഫ്രെജിലിറ്റി എന്ന് പറയുമ്പോൾ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ടോ. അപ്പൊ അതിനായിട്ടൊരു ഡെക്സാ സ്കാൻ നമ്മൾ എടുത്തു നോക്കുന്നതാണ്. ഡെക്സയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് പേടിച്ചിട്ട് കൊടുക്കാതെ ഇരിക്കേണ്ട. കുറെ ആൾക്കാർക്ക് ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. ബട്ട് അഗെയിൻ ആ ഒരു പേടി കൊണ്ടായിരിക്കും ആരും മുന്നോട്ട് വരാതിരിക്കുന്നത്. ബട്ട് ഇത് ആവശ്യമുള്ള ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളും ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ ബോൺ ഹെൽത്ത്. മൂന്നാമത്തെ കാര്യം കാർഡിയാക് ഇവാലുവേഷൻ. കാർഡിയാക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും നോക്കാറുള്ളത് ഒരു 2D എക്കോ ചെയ്തു, തുടക്കത്തിൽ ചെയ്തു, ഒരു കാർഡിയോളജിസ്റ്റ് ചെയ്തു, പിന്നെ 2 കൊല്ലത്തിന് 2D എക്കോ ഒന്നും ചെയ്തില്ല, പിന്നെ അങ്ങനെ തന്നെ പോകുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. റെക്കമെൻഡേഷൻസ് ഉള്ളത് നമുക്ക് എവറി ഇയർലി നമുക്ക് 2D എക്കോ വേണ്ടി വരുന്നതാണ്, വൺസ് ഇൻ എൻ ഇയർ. ആൻഡ് കാർഡിയാക് ഇഷ്യൂസ് നമുക്ക് നോക്കാനായിട്ട് ജസ്റ്റ് 2D എക്കോ മാത്രം പോരാ. 2D എക്കോന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയ GLS
ഡയാലിസിസ് സ്കോർ എന്നൊക്കെ വേണ്ടി വരുന്നതാണ്. കാർഡിയാക് MRI പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യണം. നമുക്ക് കാർഡിയാക് MRI മിക്കവാറും ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റെഗുലർ ആയിട്ട് അത് അഡ്വൈസ് ചെയ്യാതെ പോകുന്നത്. ബട്ട് നമ്മൾ അഗെയിൻ വെനെവർ വി ഹാവ് എ ഡൗട്ട് നമ്മൾ ശരവണൻ സാറിനെയും കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്ത് നമ്മൾ എപ്പോഴും കാർഡിയാക് എക്കോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിക്കുന്നതാണ്. ആർക്ക് മാൻഡേറ്ററി ആണോ അവരുടെ നമ്മൾ പറയുകയും ചെയ്യും നമ്മൾ ഇതുപോലെ MRI കാര്യങ്ങൾ വേണ്ടി വരും എന്നുള്ളത്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഒരു 12-13 ഇയേഴ്സ് ആയതിനു ശേഷം നമുക്ക് എക്കോ മാത്രമല്ലാതെ ECG വേണ്ടി വരും. BMD ഉള്ള ആള് ഇയർലി വൺസ് ഒന്ന് ഹോൾട്ടർ മോണിറ്ററിങ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആണ്. ഈ ഹോൾട്ടർ മോണിറ്ററിങ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ നമ്മളിപ്പോ ECG എടുക്കുന്ന പോലെ ഇവിടെ ലീഡ്സ് വെച്ചിട്ട് 24 hours നോക്കുന്നതാണ്. ആൾക്ക് ഹാർട്ടിന്റെ വല്ല ഇറെഗുലാരിറ്റീസ് വരുന്നുണ്ടോ, ഒരു തമ്മിൽ വല്ല വേരിയേഷൻസ് വരുന്നുണ്ടോ, സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഉള്ള ഒരു ഹോൾട്ടർ മോണിറ്ററിങ് ആവശ്യമുള്ളതാണ്. സോ കാർഡിയാക് ഇവാലുവേഷൻ മസ്റ്റ് ആണ്, എവറി ഇയർലി ആവശ്യമുണ്ട്. ബേസ് ലൈൻ കാർഡിയാക് ഹാർട്ടിന്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തുവാണെങ്കിൽ അതിൽ 6 monthly വൺസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യങ്ങളും വരുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ മടി പിടിക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യം ഉള്ളതാണ്. ഇപ്പൊ മരുന്ന് വരുന്നോ മരുന്ന് വരുന്നില്ല അതെല്ലാം സെക്കൻഡറി. ബട്ട് ഈ കാര്യങ്ങൾ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ആൻഡ് ഇതിന്റെ മരുന്നുകൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകളും അല്ല. ഇതിന് കുറെ കോംപ്ലിക്കേഷൻസ് നമുക്ക് തടുത്തു നിർത്താൻ പറ്റുന്നതുമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വരുന്നത് റെസ്പിറേറ്ററി കെയർ. റെസ്പിറേറ്ററി കെയർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇപ്പൊ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുന്നേ തന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് 3-4 വാക്സിൻസ് സ്ഥിരമായിട്ട് ഒന്ന് ഫസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടേ നമ്മൾ സ്റ്റിറോയിഡ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വാക്സിൻ ആണ് ന്യൂമോകോക്കൽ വാക്സിൻ, ഫ്ലൂ വാക്സിൻ, വാരിസെല്ല എന്ന് പറയുന്നത് ചിക്കൻ പോക്സിന്റെ വാക്സിൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് കൊടുക്കേണ്ടത് പറഞ്ഞാൽ കുട്ടി സ്റ്റിറോയിഡ് കഴിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മസിലിന്റെ വീക്ക്നെസ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെസ്റ്റിൽ അത് ക്ലിയർ ആയി പോകാൻ കുറച്ചൊരു പ്രയാസമുണ്ട് മക്കൾക്ക്. അപ്പൊ അവരുടെ ഇൻഫെക്ഷൻ നമ്മൾ തടുത്തു നിർത്തുന്നതാണ് വളരെ നല്ല കാര്യമായിട്ടുണ്ടാവുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ പറയില്ല. അപ്പൊ നമുക്കത് ഇൻഫെക്ഷൻ തടുത്തു നിർത്താൻ നമുക്ക് നിർബന്ധമായിട്ട് ഈ വാക്സിൻസ് ഒന്ന് എടുക്കുന്നത് മസ്റ്റാണ്. എസ്പെഷ്യലി വീൽ ചെയർ ഉള്ള കുട്ടികൾ, ആംബുലേറ്ററി അല്ലാത്ത കുട്ടികൾ, നടക്കാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് എല്ലാ വർഷവും നമുക്ക് ഫ്ലൂ വാക്സിൻ വെക്കേണ്ട ആവശ്യം ഉള്ളതായിരിക്കും. ഓക്കെ, ദർ ഇസ് നോ ഡൗട്ട്. ആരൊക്കെ വെച്ചിട്ടില്ലേ നിർബന്ധമായിട്ട് വെച്ചോളൂ. ഇപ്പോൾ ഞാനിവിടെ കാണുന്ന ഈ നോർത്ത് കേരള ഈ ഭാഗത്ത് മൊത്തത്തിൽ ഫ്ലൂവിന്റെ എപ്പിഡമിക് ആണ്. എല്ലാ കുട്ടികൾക്കും പനി വരുന്നു, കഫക്കെട്ടൽ വരുന്നു, മാറാത്തൊരു കഫക്കെട്ടലാണ്, മാറിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ പോകാതിരിക്കാൻ ഫ്ലൂ വാക്സിൻ നിർബന്ധമായിട്ട് കൊല്ലത്തിനൊരിക്കൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ റെസ്പിറേറ്ററി കെയർ നമ്മളുടെ സംഭവം ഉള്ളത് യൂഷ്വലി നമുക്ക് കൈയിന്റെ വീക്ക്നെസ്, അതായത് ഈ ഷോൾഡറിന് പൊന്തിക്കാനുള്ള വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ പ്രയാസം രാത്രി സമയം വരുന്നുണ്ടോ എന്നാണ്. ചിലപ്പോൾ നമുക്ക് സ്ലീപ്പ് സ്റ്റഡിയിലും ബുദ്ധിമുട്ടുകൾ അത്ര കാണാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് രാവിലെ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ആയ ABGയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. സോ ഇത് നടക്കാത്ത കുട്ടികൾ, വീൽ ചെയറിലുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് എല്ലാ കൊല്ലത്തിനും ഒരിക്കൽ സ്ലീപ്പ് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഈ സ്ലീപ്പ് ആപ്നിയാസ് വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റുക. അങ്ങനെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് നൈറ്റ് ടൈം ബൈപ്പാപ്പ് ഉപയോഗം ബെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ബൈപ്പാപ്പ് ഇപ്പൊ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. ആൻഡ് ബൈപ്പാപ്പ് ഉപയോഗം പേടിക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് 2 വയസ്സ് 3 വയസ്സ് കുട്ടികളും ഉപയോഗിച്ച് പോകുന്നുണ്ട്. വേറെ കണ്ടീഷൻസിന് വേണ്ടി കൊടുക്കുന്ന ബൈപ്പാപ്പ് 2 വയസ്സ് 3 വയസ്സ് കുട്ടികളും യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് വലിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ, മെയിൻ ആയിട്ട് ടെൻഷൻ കൊണ്ടാണ് കുറെ ആൾക്കാർ ബൈപ്പാപ്പ് ഉപയോഗിക്കാതിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഗൈഡ് ലൈൻസ് ഉള്ളത് ഈ ന്യൂറോ മസ്കുലർ അസുഖങ്ങൾ കണ്ടുപോകുന്ന ഡോക്ടേഴ്സിനാണ് കുറച്ചും കൂടെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഏർലി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ കുറച്ച് ആൾക്കാർക്കാണ് ഇതിന്റെ അവയർനെസ്സും മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഈ കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യം പെട്ടെന്ന് വരുന്നതായിരിക്കാം, നമുക്കത് പെട്ടെന്ന് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമായിരിക്കാം എന്നുള്ളത്. ഇപ്പൊ പൊതുവെ എന്താവെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരാൾ പറയുന്നു, പിന്നെ വേറൊരാളെ പോയി കാണുന്നു, അവർ പറയുന്നു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളത്. ആ വെയിറ്റ് ചെയ്യാന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ്. അത് ബുദ്ധിമുട്ടിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ബൈപ്പാപ്പിന്റെ ഉപയോഗം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് റെസ്പിറേറ്ററി കെയർ. സോ ഇപ്പൊ നമ്മൾ ജനറ്റിക് ഡയഗ്നോസിസ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യമായ ബോൺ ഹെൽത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് കാർഡിയാക് കെയർ. 2D എക്കോ മാത്രമല്ല, നമുക്ക് ഹോൾട്ടർ മോണിറ്ററിംഗ് ഇസ് ഓൾസോ റിക്വയർഡ്. ഒരു 12 years ഒക്കെ ആകുമ്പോൾ ഹോൾട്ടർ മോണിറ്ററിംഗ് നിർബന്ധമായിട്ട് വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് നമ്മളുടെ കാർഡിയാക് റെസ്പിറേറ്ററി കെയർ. റെസ്പിറേറ്ററി കെയർ ആയ നമ്മളുടെ വാക്സിൻസ്,
and also regarding the use of BiPAP and sleep study. And pulmonologistനെ അറ്റ്ലീസ്റ്റ് ഒരു ഇയർലി വൺസും കാണിക്കേണ്ട ആവശ്യമായിട്ട് ഉള്ളതായിരിക്കും. റൈറ്റ്. സോ ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. സോ ആസ് ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ ഇവിടെ നോട്ട് ലൈക്ക് DMDക്ക് വേണ്ടി നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു, എല്ലാം റെഡിയായി, ഞങ്ങള് സ്മിലു മാഡത്തിനെ കാണിച്ചതിന് ശേഷം പിന്നെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അല്ല. നമുക്ക് ഇവിടെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് അല്ലാതെ ഇവിടെ ഒരു ജോയിന്റ് ആയിട്ടാണ് നമുക്ക് ആൾക്കാരെ കാണേണ്ടത്. സോ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് കാർഡിയോളജിസ്റ്റ്, പൾമനോളജിസ്റ്റ്, ഓർത്തോപെഡീഷ്യൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ കാണിക്കുന്നതായിരിക്കും. കുറച്ച് ആൾക്കാരെ ഞാൻ ഓർത്തോസിസും കാര്യങ്ങളിന് വേണ്ടിയിട്ട് യൂഷ്വലി ബാംഗ്ലൂരത്തെ ഡോക്ടേഴ്സിനെയും കൂടെ ഒന്ന് അഭിപ്രായമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടുന്നതാണ്. നമുക്ക് അതുപോലെ തന്നെ സ്പീച്ചിന്റെയും സ്വാലോയിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നൗ കംസ് ദ ട്രീറ്റ്മെന്റ് പാർട്ട്. ട്രീറ്റ്മെന്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എപ്പോഴും കൊടുക്കുന്നത് സ്റ്റിറോയിഡ് മരുന്നായിരിക്കും. ആൻഡ് സ്റ്റിറോയിഡ് മരുന്ന് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2.5-3 വയസ്സിന് ശേഷമാണ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക. കുട്ടികൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വല്ലതും കൂടുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാറും ഉണ്ട്. 3 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാറും ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കെയിം ദ ഡയഗ്നോസിസ്. നമ്മൾ ഓൾറെഡി ഡയഗ്നോസിസ് ആസ്പെക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിറോയിഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഞാൻ ഈ ചോദ്യം ചോദിക്കാറുണ്ട്, നമുക്കൊരു കൊച്ചിനെ കാണുമ്പോൾ തന്നെ സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്ന കുട്ടിയാണോ കഴിക്കാത്ത കുട്ടിയാണോ എന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റും. സോ യൂഷ്വലി സ്റ്റിറോയിഡ് കഴിക്കുന്ന കുട്ടികൾ കുറച്ച് മുഖത്തൊക്കെ കുറച്ചൊരു പഫിനെസ് ഉണ്ടാവുന്നതാണ്, കുറച്ചൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതാണ്, ആളുടെ ഹൈറ്റും കുറച്ചൊന്ന് ഷോർട്ട് ആവുന്നതാണ്. അതെല്ലാം സ്റ്റിറോയിഡിന്റെ ഭാഗമാണെങ്കിലും ബട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഇഫക്റ്റും കാര്യങ്ങളും പോലും കുട്ടികൾക്ക് കിട്ടുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിറോയിഡ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അവരുടെ നടക്കുന്ന കഴിവുകൾ കുറച്ച് നീണ്ട സമയം കിട്ടാനും അത് മാത്രമല്ല കാർഡിയാക്ക് ഹാർട്ടിന്റെ രീതികളായിട്ട് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് സ്റ്റിറോയിഡ് മരുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാർഡിയാക് കെയർ ഒക്കെ കണ്ടിട്ടുണ്ട്. നൗ കെയിം ദ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഈ സ്റ്റിറോയിഡ് അല്ലാതെ വേറെ എന്തൊക്കെ മരുന്നുകളാണ് DMD കുട്ടികൾക്ക് ഉള്ളതെന്ന്. സോ DMD കുട്ടികൾക്ക് നമുക്ക് കുറെ മരുന്നുകൾ ഉണ്ട്. ബട്ട് എല്ലാ മരുന്നും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവില്ല. ലൈക്ക് DMD ടൈപ്സ് ഓഫ് DMD ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരുടെ മരുന്നുകളും ഓരോ രീതിയിലായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. സോ വി ക്യാൻ സീ ദാറ്റ് ബിക്കോസ് DMD കുട്ടികൾക്കുള്ള ജീന പറയുമ്പോൾ അവരുടെ ജീൻ ഒരു വലിയൊരു ജീനാണ്. അതിൽ 79 കമ്പാർട്ട്മെന്റ് ഉണ്ട്. 79 കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ജീനാണ്. അതിൽ ഒരു കമ്പാർട്ട്മെന്റ് മിസ്സാവുമ്പോഴും നമുക്ക് ആ ട്രെയിൻ റെഡിക്ക് പോയി കിട്ടില്ല. സോ അതുകൊണ്ടാണ് ആ പ്രോട്ടീൻ ആയ ഡിസ്ട്രോഫിൻ പറഞ്ഞ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആവാതിരിക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് DMD ഉണ്ടാവുന്നതും. സോ നമ്മളിവിടെ പ്ലാൻ ഉള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞ ഈ പ്രോട്ടീൻ കുറച്ചുണ്ടാവുന്ന പ്രോട്ടീനെ ഒന്ന് സ്റ്റേബിൾ ആക്കി വെക്കാനാണ് ഈ സ്റ്റിറോയിഡ് മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും, സ്റ്റിറോയിഡ് അല്ല മാഡം ഭയങ്കര സൈഡ് ഇഫക്റ്റ് ഉള്ളതാണ്. ബട്ട് അതിന്റെ ഇഫക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ഇഫക്റ്റ് സൈഡ് ഇഫക്റ്റിനെക്കാട്ടും കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നതും. സൈഡ് ഇഫക്റ്റ് നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും കണ്ണിന്റെ ഡോക്ടറെ കാണാൻ വേണ്ടി പറയുന്നതും. കണ്ണിൽ വല്ല തിമിരം അല്ലെങ്കിൽ ഗ്ലോക്കോമ വല്ലതും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും, എല്ലിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും നോക്കാനും, മസിലിന്റെ കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയും എല്ലാത്തിന്റെയും നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ട് സ്റ്റിറോയിഡിന്റെ ഇഫക്റ്റ് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ സൈഡ് ഇഫക്റ്റിന്റെ കാര്യങ്ങളും പോലും മോണിറ്റർ ചെയ്ത് പോകാറുള്ളത്. ഇനിയൊരു മരുന്ന് ജിവിനോസ്റ്റാറ്റ് പറയുന്നതും ഈ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നാണ് ജിവിനോസ്റ്റാറ്റ്. ജിവിനോസ്റ്റാറ്റ് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. ബട്ട് ഇറ്റ് സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ FDA അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. ബട്ട് ജിവിനോസ്റ്റാറ്റ് മോർ ദാൻ 6 years ഓഫ് ഏജ് കുട്ടികൾക്കാണ് അപ്രൂവൽ ആയിട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് എക്സോൺ സ്കിപ്പിംഗ്. അപ്പൊ എനിക്ക് കുറെ ആൾക്കാർ പറയാറുണ്ട് എക്സോൺ സ്കിപ്പിംഗ് മരുന്നായ 51, 53, 45 ഇങ്ങനത്തെ മരുന്ന്. സോ ബേസിക്കലി ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ആസ് ഐ ഓൾറെഡി മെൻഷൻ, ഈ DMD ജീൻ ഒരു വലിയ ജീനാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് എക്സോൺ 11 ഒരു ഡിലീഷൻ ആണെങ്കിൽ ഈ 11, 12 അടുത്തുള്ള ഈ ഒരു യെല്ലോ കളർ ഫോർമേഷനിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ട്രെയിൻ അവിടെ ബ്രേക്ക് ആവുന്നു. അതുകൊണ്ടാണ് ശരിക്കും ഒരു പ്രോട്ടീൻ ഫോം ആവാതിരിക്കുന്നത്. സോ നമ്മൾ ഈ എക്സോൺ സ്കിപ്പിംഗ് ആയ 51, 53, 54 ഇങ്ങനത്തെ കാര്യം 51, 53, 45 ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഡിലീറ്റ് ആയ ഭാഗം സ്കിപ്പായ ഭാഗം രണ്ടിനെയും ഒഴിവാക്കിയിട്ട് 10നെ ഡയറക്ട്ലി 13 കൊണ്ട് ജോയിൻ ചെയ്യിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ അബ്സർവ് ചെയ്താൽ ആ പർപ്പിൾ കളർ ബോക്സസ് കറക്റ്റ് ആയിട്ട് ജോയിൻ ആയി പോയാൽ തന്നെ പ്രോട്ടീൻ നന്നായിട്ട് ഫോം ആവും. ഈ യെല്ലോ ഇടയിൽ വരുന്നത് കൊണ്ടാണ് ആ പ്രോട്ടീൻ ശരിക്കും ഫോം ആവാതിരിക്കുന്നത്. അപ്പോൾ ഈ 10നെ 13 ജോയിൻ ചെയ്താൽ ആ പർപ്പിളിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ ശരിക്കും ഫോം ആവുന്നുണ്ട്. സോ അതാണ് എക്സോൺ സ്കിപ്പിംഗ് പറയുന്ന ഉള്ളൊരു
സംഭവമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ മിക്കവാറും 65% ഓഫ് ദ DMD ആൾക്കാർക്ക് 51, 45, 53 ഇതെല്ലാം അപ്ലിക്കബിൾ ആണ്. ബട്ട് ഓൺലി പ്രോബ്ലം ഈ മെഡിസിൻ്റെ പറഞ്ഞ ഇതെല്ലാം വീക്കും കൊടുക്കേണ്ട IV ഇഞ്ചക്ഷൻ ആണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇത് ക്ലിനിക്കൽ ട്രയൽ ബേസിസിലേ വന്നിട്ടുള്ളൂ. ഒരു മെയിൻ ആയിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് ഉള്ളത് എല്ലാം മാറിപ്പോകുന്നുള്ളതല്ല, മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അസുഖത്തിന്റെ സ്റ്റേബിലൈസേഷൻ, അതായത് ബുദ്ധിമുട്ട് കൂടുതലാവാതെ സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. സോ ഈ 3 മരുന്നും ഒരു ക്ലിനിക്കൽ ട്രയൽ ബേസിസിൽ കുറച്ച് സെന്റേഴ്സിൽ ഉണ്ട്, ബട്ട് അതല്ലാതെ എല്ലാ സെന്റേഴ്സിലോട്ടും അത് വന്നിട്ടില്ല. പിന്നെ വന്ന കോൺസെപ്റ്റ് ആണ് ജീൻ തെറാപ്പി. മിക്കവാറും കുറെ ആൾക്കാരെടുത്തും ചോദിച്ചിട്ടുണ്ട് എലിവിഡസ്. സോ എലിവിഡസ് പറയുന്നത് ഒരു ജീൻ തെറാപ്പിയാണ്. ഇപ്പൊ നമ്മൾ SMA പറഞ്ഞ രോഗത്തിന് കണ്ട ജീൻ തെറാപ്പി പോലെ തന്നെയാണ് എലിവിഡസ് DMDക്കും വന്നിട്ടുണ്ട്. സോ ജീൻ തെറാപ്പി മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ടൈം ഇഞ്ചക്ഷൻ ആണ്. ഒരു തവണ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രോഫിൻ ലെവൽസ് ബോഡിയിലോട്ട് കൂട്ടണം എന്നാണ് അതിന്റെ ഒരു അണ്ടർലൈൻ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ ഇത് 4 വയസ്സുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള കുട്ടികൾക്കാണ് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. ബോത്ത് ആംബ്യുലേറ്ററി ആൻഡ് നോൺ ആംബ്യുലന്റ്, അതായത് നടക്കുന്ന കുട്ടികൾക്കും വീൽ ചെയറിലുള്ള കുട്ടികൾക്കും രണ്ടാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേര് സെറപ്റ്റ എന്നാണ്. ഇപ്പൊ US അങ്ങനത്തെ പ്ലേസസിൽ സെറപ്റ്റ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇന്ത്യയിലോട്ട് ഇനിയും വന്നിട്ടില്ല. റോഷാണ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്ലാൻ ഉള്ളത് ഇന്ത്യയിലോട്ട്. അപ്പോൾ ഇവരായിട്ടുള്ള നമ്മളുടെ വാക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവൈലബിൾ ആക്കണം. ഇപ്പൊ നമ്മൾ SMA കണ്ടതുപോലെ തന്നെ കമ്പാഷനേറ്റ് ബേസിസിലോ അങ്ങനത്തെ വല്ല കാര്യങ്ങളിൽ നമുക്ക് ഇന്ത്യയിലോട്ട് വരണം എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ഉള്ളതാണ്. അപ്പോൾ ഇതിന്റെ FDA അപ്രൂവൽ ജൂണിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമുക്ക് മെഡിക്കേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ മാം, ഈ പറഞ്ഞ കാര്യങ്ങളിലെ നമുക്ക് ഈ ജനറ്റിക് ടെസ്റ്റിന്റെ കാര്യം ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. അതായത് രോഗം, തങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെന്നാണ് ഏതൊരു ആളും ഏറ്റവും ആദ്യം അറിയേണ്ടത്. പക്ഷെ പലപ്പോഴും ഇത്തരം ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സെന്റേഴ്സിന്റെ അഭാവം, അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്, ഇത് രണ്ടുമാണ് നമ്മുടെ ആളുകൾ ഭൂരിഭാഗം പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് സ്ഥിരീകരിച്ചാലും നമുക്ക് മരുന്ന് എന്ന് പറയുന്നത് വില കൂടിയതാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഇപ്പോ അത് വലിയ കോസ്റ്റ് അല്ലാന്ന് തന്നെ പറയാൻ പറ്റും ജെറിൻ. ബിക്കോസ് നമുക്കിപ്പോ സാധാരണ ഒരു ആൾക്കാർക്കും ഫസ്റ്റ് ലൈൻ ടെസ്റ്റ് ഒരു 3,000 to 6,000 ആണ് കോസ്റ്റ് വരുന്നത്. അത് ഐ ഡോണ്ട് തിങ്ക് സോ ഇസ് എ വെരി ഹൈ കോസ്റ്റ് ഫോർ സംബഡി ടു ഡു എ ജനറ്റിക് ടെസ്റ്റ്. സപ്പോസ് അതിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ 20% ആൾക്കാർക്ക് വരുന്ന ഒരു കോസ്റ്റ് 12 to 13,000 സെക്കൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മാസത്തിൽ ഒരു 500 രൂപ അതിനെടുത്ത് വെച്ചാൽ പോലും നമുക്ക് ഒരു 1.5 കൊല്ലത്തിനോട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആൻഡ് ജനറ്റിക് ടെസ്റ്റ് നമുക്ക് എന്തിനാ ആവശ്യമുള്ളത് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമുക്കിപ്പോ മരുന്നുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ജനറ്റിക് കൺഫർമേഷൻ മസ്റ്റ് ആണ്. ജനറ്റിക് കൺഫർമേഷൻ ഇപ്പൊ നമ്മൾ പനി എന്ന് പറയുമ്പോൾ തന്നെ പണ്ടത്തെയും ഇപ്പോഴത്തെയും പനി ഒന്നാണ്. പണ്ട് പനി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും ആവാം, ഈ മരുന്ന് എടുത്തോളൂ, ആ രീതിയിലായിരിക്കും നമ്മൾ കരുതിയിട്ടുണ്ടാവും ഒരു 20-25 കൊല്ലം മുമ്പ്. ഇപ്പൊ നമ്മൾ പനി വരുമ്പോൾ അത് വൈറൽ ഫീവർ ആണോ, ബാക്ടീരിയൽ ഫീവർ ആണോ, ടൈഫോയിഡ് പനിയാണോ, കൊറോണ പനിയാണോ, H1N1 ആണോ, എല്ലാ രീതികളിലും നോക്കിയിട്ടല്ല നമ്മൾ അതിനായിട്ടുള്ള മരുന്നും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലത്തിൽ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് കൺഫർമേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് മെഡിസിൻസ് അവൈലബിലിറ്റി വരുന്നുണ്ട്, വരാതെ ഇപ്പൊ 6 വർഷത്തിന് മുന്നേ എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറയുമായിരുന്നു ഇതുപോലെ DMDക്ക് എന്താ മാഡം ഹോപ്പ് ഒന്നും ഇല്ലല്ലോ, ഒരു മരുന്നൊന്നും വരുന്നില്ലല്ലോ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഈ കൊല്ലത്തിൽ FDA ജീൻ തെറാപ്പിയുടെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജീൻ തെറാപ്പിയുടെ അപ്രൂവൽ FDA കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് 2-3 കൊല്ലാകുമ്പോൾ വരണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഉള്ള കാലത്തിൽ വി നീഡ് ടു ഗോ ഫോർ എ ജനറ്റിക് ടെസ്റ്റ്. ഒരല്പം കൂടെ മുതിർന്ന കുട്ടികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ ഈ മരുന്നുകളുടെ ഫലപ്രാപ്തി എത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? മെയിൻ ആയിട്ട് DMD മെയിൻ പ്രശ്നം വരുന്നത് ആളുടെ റെസ്പിറേറ്ററി മസിലിന്റെ വീക്ക്നെസ്സും കാർഡിയാക്കിന്റെ വീക്ക്നെസ്സും ആണ്. ഇതാണ് നമ്മൾ മിക്കവാറും ഒരു കുട്ടിയുടെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവാറുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് സ്റ്റെബിലൈസ് ആവാനും ബുദ്ധിമുട്ടുകൾ ഹാർട്ടിന്റെ രീതികളിൽ കൂടാതിരിക്കാനും റെസ്പിറേറ്ററി മസിൽസിന്റെ രീതിയിൽ കൂടാതിരിക്കാനും ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ മാഡം തൊട്ടുപിന്നെ സംസാരിച്ച ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ എനിക്ക് GNE മയോപ്പതിയാണ്, പക്ഷെ എനിക്ക് പോലും പലപ്പോഴും അടിക്കടി ഉണ്ടാവുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പനി, അതുപോലെ തന്നെ കഫക്കെട്ട് പെട്ടെന്ന് വരിക. അപ്പോൾ DMD പേഷ്യൻസിൽ പൊതുവേ നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത്തരം കേസുകൾ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് പലപ്പോഴും ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വേണ്ട എന്ന് വെക്കുന്ന ഒരു വിഭാഗമുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ. അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെബുലൈസ് ചെയ്യാൻ മടിക്കുന്നവരുണ്ട്.
അത്തരം സിറ്റുവേഷൻസ് നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രോഗാവസ്ഥ പിന്നീട് അത് വർദ്ധിക്കാനും ഒരു മരണത്തിന് വരെ നയിക്കാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ അത്? അഗ്രി. നമുക്ക് ആന്റിബയോട്ടിക് എല്ലാ തവണയും ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ബിക്കോസ് അത് ന്യൂമോണിയ ആണ്, 100% പ്രൂവൻ ആണ്. ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ മാത്രമേ ഞാനും ആന്റിബയോട്ടിക്കിലോട്ട് അഡ്വക്കേറ്റ് ചെയ്യാറുള്ളൂ. ബട്ട് നെബുലൈസേഷൻസ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള സംഭവമായിരിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ മസിൽസ് വീക്ക് ആവുമ്പോൾ നമുക്ക് ആ കഫക്കെട്ടൽ വന്നു കഴിഞ്ഞാൽ അത് അകത്തിങ്ങനെ നിൽക്കുന്നതാണ്. അത് ചുമച്ച് പുറത്തെടുക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്, എയർവേ ക്ലിയർ ആവാനുള്ള പ്രയാസമുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ കോഫ് അസിസ്റ്റ് പറഞ്ഞ ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ സാധാരണ നമ്മൾ ഇവിടുത്തെ ഗ്രൂപ്പ് പോലെ UK-ല് US-ലൊക്കെ DMD ഗ്രൂപ്പ്സ് ഉണ്ട്. DMD ഫെഡറേഷൻ ഫൗണ്ടേഷൻ ഗ്രൂപ്പ്സും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഹൗ SMA ഗ്രൂപ്പ്സ് ആർ ദർ, QRSMA ഗ്രൂപ്പ്സ് ആർ ദർ. അപ്പൊ അവിടെയുള്ള നമ്മൾ വെൻ വി ടോക്ക് ടു അവിടെ ഔട്ട്സൈഡ് ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ, ഔട്ട്സൈഡ് പേഷ്യൻസിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ ആരും ഈ കഫ് അസിസ്റ്റ് ഉപയോഗിക്കാൻ മടി പിടിക്കാറില്ല, നെബുലൈസ് ചെയ്യാൻ മടി പിടിക്കാറില്ല. ആൻഡ് ഈവൻ ബൈപാബ് ഉപയോഗത്തിനും ആർക്കും ഒരു സെക്കൻഡ് തോട്ട് പ്രോസസ് ഉണ്ടാവില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളതാണ്. ബട്ട് എനിക്ക് ഇവിടെ നമ്മളുടെ നാട്ടിലാണ് കുറച്ച് ഇങ്ങനത്തെ റിലക്ടൻസ് കാണാറുള്ളത്. ബൈപാപ്പോ എന്തിനാ ബൈപ്പാപ്പ് പറയുന്നത്, എന്തിനാ അത് ആവശ്യമുള്ളത്. പിന്നെ വേറെ ഒരു ഡോക്ടർ ഉടനെ അതൊന്നും ഇപ്പൊ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേണ്ട, പിന്നെ ആ ഒരു ചിന്തയെ വേണ്ട, നമുക്ക് ബൈപ്പാപ്പ് പിന്നെ ആവശ്യമില്ല എന്നുള്ള രീതിയിലായി മാറുന്നുണ്ട്. സോ അപ്പൊ അതൊന്ന് ആ ഒരു അവയർനെസ് നമുക്ക് വേണം, അത് അത്യാവശ്യമാണ്. അപ്പൊ ആന്റിബയോട്ടിക് നമുക്ക് നിർബന്ധമായിട്ട് എല്ലാ തവണ വേണമെന്നില്ല. ബട്ട് നമുക്കത് ന്യൂമോണിയയുടെ ഒപ്പം നല്ല ഒരു പനി വരികയാണെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. അപ്പൊ അതിനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ടാണ് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബട്ട് നെബുലൈസേഷൻസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് അലോപ്പതി നമ്മൾ ഇത്തരം ഒരു പേഷ്യൻസിനെ നമ്മൾ അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ കാര്യം തുറന്നു പറയും, ഇത്തരത്തിലുള്ള രോഗമാണ്, മരുന്നുകൾ അവൈലബിൾ ആണെങ്കിലും അതിന്റെ വില ഇത്രയാണെന്നുള്ളത് അവർ ജെനുവിനായിട്ട് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പാരന്റ് എന്ന നിലയിൽ അത്രയും വലിയ തുക മുടക്കേണ്ടി വരുമെന്ന് കേൾക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് വിഷമത്തിലാവുന്നുണ്ട്. അവരത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത്തരത്തിൽ തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തെ നമ്മുടെ ആയുർവേദത്തിലുള്ള ചില വ്യക്തികൾ ഇതെല്ലാം നിസ്സാരമാണെന്ന് പറഞ്ഞ് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അവരുടെ ഹോസ്പിറ്റലിലേക്ക് ക്ഷണിക്കുകയും തുടർന്ന് രോഗം മുൻപത്തേക്കാൾ വഷളാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിൽ കാണുന്നതാണ്. ഒരു ഡോക്ടർ എന്നാലും മാഡത്തിന് എന്താണ് ആ കാര്യത്തിൽ പറയുന്നത്? ഞങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അത് ആൾക്കാർ എതിർക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നത്, നല്ല ഒരു ആയുർവേദിക് ഡോക്ടർ നിങ്ങളെ അവര് എടുക്കില്ല ആയുർവേദ ട്രീറ്റ്മെന്റിന്. ഓക്കെ, യൂഷ്വലി എനിക്ക് കുറെ റെഫറൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. ആയുർവേദിക് ഡോക്ടർ സസ്പെക്ട് ചെയ്തിട്ട് DMD ആണോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് എന്റെ അടുത്ത് വിടുന്ന കുറെ ആയുർവേദിക് ഡോക്ടർ ഉണ്ട്. അതായത് നമുക്ക് ഈ ആയുർവേദത്തിലോട്ട് പോയിട്ട് കാര്യമില്ല ഞാൻ തുറന്നു പറയുന്നതാണ്. ബിക്കോസ് ഈ ഉൾച്ചല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ കൂടുതലാവുന്നതാണ്. നമ്മളൊരു മസിലിനെ നന്നായിട്ട് അതിന് വർക്ക്, ഇപ്പൊ ഞാൻ ഫിസിയോതെറപ്പി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും പറയും വെയിറ്റ് ഇട്ട് ഫിസിയോതെറപ്പി ചെയ്യിക്കരുത് എന്നുള്ളത്. വെയിറ്റ് പ്രയോഗിച്ച് നമ്മൾ ഫിസിയോതെറപ്പി ചെയ്യുമ്പോൾ ആ മസിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലായിരിക്കും, ഉള്ള സ്ട്രെങ്തും കുറവാവുന്നതാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് എക്സസൈസസും കാര്യങ്ങളും അല്ലാതെ കൂടുതൽ വെയിറ്റ് ഉപയോഗിച്ച് മുകളിൽ കയറ്റുക, താഴെ ഇറക്കുക, അങ്ങനെ കുറെ തവണ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് വീക്ക് ആവുന്നതാണ്. സോ അതുപോലെ തന്നെയാണ് ഈ ആയുർവേദിക് ഉഴിച്ചില്, മസാജ് കാര്യങ്ങളെല്ലാം ഇതേ പ്രിൻസിപ്പളിൽ തന്നെയാണ് വർക്ക് ആവുന്നത്. ആൻഡ് ദർ ഇസ് നത്തിങ് ലൈക്ക് ഒരു മരുന്ന് കഴിച്ചു DMD ബെറ്റർ ആയി എന്നുള്ള ഒരു സംഭവം ആയിരിക്കില്ല. സോ ആവോളം ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം, പൈസ കാര്യങ്ങൾ അവിടെ ഇവിടെ മുടക്കാതെ ബേബിയുടെ ബാക്കിയുള്ള കാര്യത്തിന് നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ ബേബിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇപ്പോൾ ഒരു ബൈപാപ്പ് സപ്പോർട്ട് ആണെങ്കിൽ അതിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. റാദർ ദാൻ ഗോയിങ് ടു ആയുർവേദിക് സെന്റർ 20,000 rupees പേ ചെയ്യുന്നു, ഉഴിച്ചില് ചെയ്യുന്നു, ഉള്ള കാര്യങ്ങൾ മോശമാവുന്നു അവിടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റിറോയിഡുമായി ബന്ധപ്പെട്ട് മാഡം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയായിരുന്നു. സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പോലും അത് കൃത്യമായി പാലിക്കാൻ പല പാരന്റ്സും തയ്യാറാവുന്നില്ല. അതിന്റെ സൈഡ് എഫക്ട്സ് അതിഭീകരമാണ് എന്നുള്ളൊരു വലിയൊരു ധാരണ ഇപ്പോഴും സമൂഹത്തിനിടയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ മാഡം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? അപ്പോ ആ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് സ്റ്റിറോയിഡുകളുടെ ഉപയോഗത്തെ കുറിച്ച്? നമ്മള് മരുന്ന് എന്നൊരു സംഭവം എടുക്കുമ്പോൾ അതിന് ഇഫക്റ്റും ഉണ്ട്, സൈഡ് ഇഫക്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ പാരസെറ്റമോൾ മരുന്ന് കഴിക്കുമ്പോഴും
ഇഫക്റ്റും ഉണ്ട്, സൈഡ് ഇഫക്റ്റും ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് സ്റ്റിറോയിഡ് മരുന്ന്. ഇപ്പൊ സ്റ്റിറോയിഡ് മരുന്ന് പ്രൂവൻ ഇഫക്റ്റ് ആണ് DMD കുട്ടികൾക്ക്. മസിലിന്റെ കുറച്ച് ബ്രേക്ക് ഡൗൺ കുറവാക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ നടക്കുന്ന കഴിവുകൾ നമുക്ക് കുറച്ചും കൂടെ നീട്ടി കിട്ടാൻ പറ്റുന്നതാണ്. മെയിൻ ആയിട്ട് ഹാർട്ടിന്റെ പ്രശ്നവും കാര്യങ്ങളും കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ആവാത്ത രീതികളിൽ നമുക്കൊന്ന് സ്റ്റേബിളായി പോയി കിട്ടുന്നതാണ് സ്റ്റിറോയിഡിന്റെ മരുന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതൊരു ഡോക്ടറും നിങ്ങളെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്നുള്ളത് പറയുന്നില്ല. സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് കാണണം എന്നുള്ളത് എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് ഇതിന്റെ ഇഫക്റ്റ്, സൈഡ് ഇഫക്റ്റ് എല്ലാം ഒന്ന് മോണിറ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു കുട്ടി ഡെഫ്ലാസോകോൾട്ട് 18 mg കഴിക്കുമ്പോൾ ആൾക്ക് ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഉടനെ നമ്മൾ അതിന്റെ ഡോസ് കുറച്ചിട്ടാണ് നോക്കുന്നത്. അതേപോലെ ഈ കുട്ടി അഡ്മിറ്റ് ആവുന്നുണ്ട്, ഒരു സീരിയസ് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഡോസ് കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളതാണ്. അപ്പൊ ഈ സ്ട്രെസ് ഡോസിന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. സ്ട്രെസ് ഡോസ് പറഞ്ഞ സ്റ്റിറോയിഡ് ഡോസ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുന്നതാണ് കുട്ടി ഒരു സിവിയർ ഇൻഫെക്ഷൻ ആയിട്ട് ICUയിൽ കിടക്കുവാണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി പോകേണ്ട ആവശ്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബോണുകളുമായിട്ടുള്ള ടെസ്റ്റുകൾ പറഞ്ഞു മാഡം, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പലരും വിമുഖത കാണിക്കുന്നു. ഇത്തരം ടെസ്റ്റുകളുടെ കോസ്റ്റ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം, അത്തരം കാര്യങ്ങളാണ്. മാഡത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഏതെല്ലാം നമ്മുടെ ഗവൺമെന്റ് മേഖലയിൽ ഇതിനുള്ള ഈ ടെസ്റ്റുകൾക്കുള്ള സാധ്യത നിലവിലുണ്ടോ? മാഡം പറഞ്ഞ രീതിയിലുള്ള ഗവൺമെന്റിലുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു SMA ക്ലിനിക് ഉള്ള സ്ഥലങ്ങളിൽ DMD അവർക്ക് നോക്കാൻ പറ്റുന്നതാണ്. ദേ വിൽ ബി അക്കസ്റ്റംഡ്. അത് പൾമനോളജിസ്റ്റിന് നല്ല അവയർനെസ് ഉണ്ടാവും. സ്ലീപ്പ് സ്റ്റഡി ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് കോളേജസിന് അതിന്റെ സംവിധാനം ഉണ്ട്. പ്ലസ് നമുക്കിപ്പോ പ്രൈവറ്റിലാണെങ്കിലും നമുക്ക് മിംസിലുള്ള കോസ്റ്റും എനിക്ക് വളരെ ഹൈ ആണെന്ന് തോന്നിയിട്ടില്ല. ബിക്കോസ് എല്ലാത്തിനും ഒരു കൺസെഷനും കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. DMD, SMA, വേരിയസ് മസിൽ അസുഖമുള്ള കുട്ടികൾക്കും ബ്ലഡ് ടെസ്റ്റ് നമുക്ക് കുറെ കാര്യത്തിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്കവാറും കുറെ പേരൻസിന്റെ അടുത്ത് പറയാറുണ്ട്, ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ എവിടുന്ന് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല, ബട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, നമുക്ക് ഫോളോ അപ്പിന് ഈ ബ്ലഡ് ടെസ്റ്റ് ആവശ്യമുള്ള ഒരു സംഭവങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ആൾക്കാർക്ക് പിന്നെ കുറച്ചൊരു മടി ഉണ്ടാവും. ബിക്കോസ് അന്ന് ഡോക്ടറെ അടുത്ത് വന്നാൽ പെട്ടെന്ന് കണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ കുറെ ടെസ്റ്റുകൾ പറയുന്നു, കുറെ സമയം ഇവിടെ നിൽക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ബട്ട് DMD ക്ലിനിക്ക്, SMA ക്ലിനിക്, ഒരു മസിലിന്റെ ഒരു ക്ലിനിക്ക് പറഞ്ഞ ഒരു ദിവസം തന്നെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പൊ രാവിലെ വരുന്നു, തെറപ്പിസ്റ്റിനെ കാണുന്നു, തെറപ്പിസ്റ്റിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നോക്കുന്നു, അവിടുന്ന് ഹാർട്ടിന്റെ ഡോക്ടറെ കാണിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ന്യൂറോളജിസ്റ്റ് കാണുന്നത്. ചിലപ്പോൾ 2 ആൾക്കാർ കാണുന്നതായിരിക്കും ഒരേ റൂമിൽ നിന്ന്. ബിക്കോസ് അത് കാര്യങ്ങൾ കുറച്ചും കൂടി ഇപ്പൊ എനിക്ക് മിസ്സാവുന്ന വല്ല കാര്യങ്ങൾ വേറെ ഒരാൾ കണ്ടെത്തുവാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ട് വരില്ല. അപ്പൊ അങ്ങനെ ആ രീതികളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോകുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ. 2D എക്കോ അതിനെ കുറിച്ച് സംസാരിച്ച് ചോദിക്കുന്നുണ്ട്. അത് കേരളത്തിൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. 2D എക്കോ എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റുന്നതാണ്. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ അമൃതയിലുണ്ട്, ഇവിടെ മിംസിലുണ്ട്, അതേപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കാർഡിയോളജിസ്റ്റ്. 2D എക്കോ എല്ലാവരുടെയും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടിയുള്ളത് 2D എക്കോയിൽ ഒരു GLS പറഞ്ഞൊരു സ്കോറിംഗ് ആണ് ചെയ്യാറുള്ളത്. അതും കുറെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് അവയർനെസ് ഉണ്ട്. GLS സ്കോറിംഗ് കുറവാണെങ്കിൽ ചില കുട്ടികൾക്ക് നമ്മൾ ACE ഇൻഹിബിറ്റേഴ്സ് പറഞ്ഞ ലോസാർട്ടാൻ അങ്ങനത്തെ മരുന്നുകൾ, പെരിൻട്രോപ്രിൽ അങ്ങനത്തെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറും ഉള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരം രോഗാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന, മാഡം തന്നെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് പോലും ഇത്തരം രോഗാവസ്ഥ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ട് രോഗാവസ്ഥ വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഡോക്ടർ, അതായത് ഫിസിയോതെറാപ്പിസ്റ്റിനെ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച്? ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾ യൂഷ്വലി ഞങ്ങൾ തന്നെ ഇവിടെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആൻമാമിന്റെ ടീമായിട്ടും ഒന്ന് കൊളാബറേറ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് അവർ കുറച്ചും കൂടെ ട്രെയിൻഡ് ആയിട്ടുണ്ടായിരുന്നു. അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ സ്ട്രെച്ചിങ് എക്സസൈസസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫിസിയോതെറാപ്പി വേണ്ടിയുള്ളത് ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടിയുള്ളത്. പാസീവ് സ്ട്രെച്ചിങ് എക്സസൈസസ്, വാക്കിംഗ് അബിലിറ്റി കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുക. കൂടുതൽ സ്ട്രെയിൻ കുട്ടികൾക്ക് കൊടുക്കാത്ത രീതികളിൽ നോക്കുക. പിന്നെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി നിങ്ങൾ വീടും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി നിന്ന് അവിടുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെറപ്പി ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല DMD കുട്ടികൾക്ക്. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. 3 മാസം 4 മാസമായിട്ട് ആൾക്കാർ പല സ്ഥലങ്ങളിലും പോയി അവിടെ നിന്ന് ഫിസിയോതെറാപ്പി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നു. അത് കുട്ടിയെ ക്ഷീണാക്കുകയുള്ളൂ.
നമ്മൾ ചെയ്യുന്ന തെറപ്പി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് എല്ലാ ജോയിന്റിനും ഒരു സ്ട്രെച്ച് കൊടുത്തിട്ടുള്ള എക്സസൈസസും പിന്നെ നടത്തിപ്പിക്കുന്നതും അത് ഡെയിലി ഒന്ന് ചെയ്തേക്കണം. അത്രയും നമുക്ക് വേണ്ടത്. അത് നമ്മൾ തെറപ്പി സ്ഥാപനത്തിൽ തന്നെ പോയി ചെയ്യണം എന്നില്ല. നിങ്ങൾ റെഗുലർ ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് വന്നാലും മതി. എന്നിട്ട് ഒരു മാസത്തിൽ ഒരിക്കൽ സെന്ററിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ഇല്ലെന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ്? ഇപ്പൊ പലരും ഇപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള മസ്കുലർ ഡിസ്ട്രോഫി അസോസിയേഷൻ ഇത്തരം സൗകര്യങ്ങൾ ഉള്ളതിന്റെ വീഡിയോസ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ പലപ്പോഴും അവര് ചോദിക്കാറുണ്ട്, നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പൊ നമുക്ക് ഓൺലൈനിലും മറ്റും വാങ്ങിക്കാറുണ്ട് ചെറിയൊരു പൂള് സെറ്റ് ചെയ്യാനായിട്ട് 20,000 രൂപയ്ക്ക് നമുക്ക് ചെറിയൊരു പൂള് ഓൺലൈനായിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള. അപ്പൊ അത്തരം സംവിധാനങ്ങൾ ചെയ്ത് നമുക്ക് വീടുകളിൽ തന്നെ ഇത്തരം സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. വളരെ നല്ലതായിരിക്കും. യു ക്യാൻ ഡു ദാറ്റ് ഹൈഡ്രോതെറാപ്പി. ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെള്ളത്തിന്റെ അകത്ത് കാലിട്ടിട്ട് കളിക്കുന്നു. അതൊരു തരത്തിൽ നമ്മളുടെ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നു. ദാറ്റ് ഇസ് ഓൾവേസ് ഹൈഡ്രോതെറാപ്പി. ഇപ്പൊ ഏതൊരു തെറാപ്പിയും നമുക്കൊരു 1/2 hour 40 minutes അല്ലാതെ ഇതിലും കൂടുതലായിട്ട് ചെയ്തു പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പൊ DMD കുട്ടികൾക്കും ഒരു എക്സസൈസ് ഒരു രീതി ആവശ്യമുള്ളതാണ്. സോ ദേ നീഡ് ടു ഡു സം ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു എക്സസൈസ് നല്ല രീതിയിൽ കുട്ടികൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം അത് നല്ലതുമാണ് മസിൽസ്, കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല. സോ യു ക്യാൻ ഗോ അഹെഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് തെറാപ്പീസ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ പൊതുവെ ഇത്തരം രോഗാവസ്ഥകളുടെ എല്ലാ വ്യക്തികൾക്കും കണ്ടുവരുന്ന ഒരു കേസാണ്. DMD കുട്ടികൾക്ക് എത്രമാത്രം ഈ ഒരു അവസ്ഥകൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്? അതുപോലെ അതായത് മറ്റു മരുന്നുകൾക്കൊപ്പം ഇത്തരം മരുന്നുകളൂടെ ശരീരത്തിൽ ചെല്ലുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും ദോഷങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ആന്റിബയോട്ടിക് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കുട്ടികൾക്ക്. നമ്മൾ ഇൻഫാക്ട് സ്റ്റിറോയിഡ് കഴിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് എ ഹൈ ഫീവർ ഒക്കെ വരുന്ന സമയത്ത് ബ്ലഡ് കൗണ്ട്സ് എലിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ആന്റിബയോട്ടിക് മരുന്നും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. സോ ആന്റിബയോട്ടിക് കൊടുക്കുന്ന കൊണ്ട് ഒരു കുഴപ്പമില്ല. റെഗുലർ ആയിട്ട് കൊടുക്കുന്ന വിറ്റമിൻസ് കൊണ്ട് കുഴപ്പമില്ല. ഒരു ലൂസ് മോഷൻസ്, വോമിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ വരുവാണെങ്കിലും അതിന്റെ മരുന്നുകൾ ഇതിന്റെ ഒപ്പം കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഒരു ടെൻഷൻ. ആ ഒരു ടെൻഷൻ പേഷ്യൻസിന് ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇത്തരം ഒരു രോഗാവസ്ഥ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ രോഗാവസ്ഥ സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ഡോക്ടർമാരെന്നതിൽ നിങ്ങളുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ കുട്ടിയെ ബാധിച്ചിരിക്കുന്ന രോഗം, ഇത് ഇന്നിനെ പോലെയാണ് മരുന്നുകളുടെ കാര്യങ്ങളെന്ന് തുറന്നു പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ അവരനുഭവിക്കുന്ന പ്രശ്നം അവരുടെ മാതാപിതാക്കളുടെ ടെൻഷൻ കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ മറ്റൊരു ഭാഗത്ത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരം രോഗാവസ്ഥ സ്ഥിരീകരിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ആവശ്യമല്ലേ? അത് നമുക്ക് എവിടെയെല്ലാമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ? ടെക്നിക്കലി എവിടെയും അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് എനിക്ക് ഡയറക്ട്ലി പറയാൻ പറ്റുക. ബിക്കോസ് എവറിബഡി ആസ് എ ജനറ്റിക് കൗൺസിലിംഗ് കാര്യങ്ങളും പോലും എല്ലാവരും രോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, രോഗത്തിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ആരും ആ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും തരാൻ ആർക്കും കണ്ടിട്ടില്ല. സോ നമുക്ക് ഐഡിയലി വേണ്ടത് വാട്ട് ഐ യൂസ് ടു ഫീൽ ഇസ് നമുക്ക് ഈ മരുന്ന് ഓക്കെ നമ്മള് ഇത് ഡയഗ്നോസിസ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ ഒരു സൈക്കോളജി സപ്പോർട്ട് ഗ്രൂപ്പും കൊണ്ട് ചെയ്യിക്കുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മൾ അതുപോലത്തെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ബിക്കോസ് അത് ആവശ്യമുള്ള ഒരു സംഭവമാണ്. പേരൻസിനെ ഒന്ന് ബെറ്റർ ആക്കി ഫീൽ ആക്കാനും ഒരു ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് അങ്ങനത്തെ ഒരു തിങ്സ് ഐ തിങ്ക് ഇപ്പൊ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ആസ് എ ഡോക്ടർ നമ്മൾ മിക്കവാറും സമയം നോക്കാറുള്ളത് ഡയഗ്നോസിസും മെഡിക്കേഷൻസും മാത്രമാണ്. പിന്നെ കുറച്ച് നമ്മൾ ഈ ക്രോണിക് കണ്ടീഷൻസ് ആയിട്ട് ഇപ്പൊ ഞാൻ സെറിബ്രൽ പാൽസി, SMA, DMD, വേരിയസ് മയോപ്പത്തീസ് ഇതൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാൻ തുടങ്ങിയത്. പേരൻസിന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഒരു ഫീൽ ആവാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങിയത്. സോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കൂടെ എല്ലാവരുടെയും കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആൻഡ് ഇവിടെ നമ്മൾ അതിന്റെ ഉള്ള ഒരു കാര്യം നടത്തുന്നുണ്ട്. വി ആർ പ്ലാനിങ് ടു ഡു ഇറ്റ്. ഇപ്പൊ കുറെ കുട്ടികൾ തന്നെ DMD അല്ല വേറെ ചില അസുഖങ്ങളുടെ ഉള്ള ഡിസ്ട്രോഫിനോപ്പത്തീസ് വേറെയും കുറെ ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ള കുട്ടികൾ ഞാനിപ്പോ ബിഹേവിയറൽ മെഡിസിൻ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. ബിക്കോസ് ദേ ആർ ഡിപ്രസ്ഡ്. ആ ഡിപ്രഷനിൽ കുറച്ചും കൂടെ റെഡിയായി വരണം, ആളൊന്ന് ഉഷാറായി വരണം. അപ്പൊ അതിന് നമുക്കൊന്ന് ഫൈനലായിട്ട് നമുക്ക് മെഡിസിൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് എത്തുമ്പോഴും നമ്മളെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അതിന്റെ ഒരു ഉയർന്ന വിലയാണ് അല്ലെ? നമുക്ക് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം ഒരു വില കുറഞ്ഞ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്നത്തേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഡോക്ടറുടെ ഒരു നിരീക്ഷണത്തിൽ? എനിക്ക് സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാന്നുള്ള രീതിയാണ്. ബട്ട് ഐ ടെൽ യു അഗെയിൻ മെഡിസിൻ വന്നിട്ടും
ഈ ഒരു സെയിം സംഭവങ്ങളായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോ SMA ഗ്രൂപ്പിൽ കാണാറുണ്ട്. അപ്പൊ നമ്മൾ 2018-19 മീറ്റിംഗിലൊക്കെ മെഡിസിൻ എപ്പത്തും എന്നായിരുന്നു ഉണ്ടായിരുന്നത്. മെഡിസിൻ എത്തിക്കഴിഞ്ഞാൽ ആ മെഡിസിൻ ഓക്കെ വന്നു, ഓക്കെ വലിയ മാറ്റം കിട്ടുന്നില്ല, ആ രീതികളിലോട്ടാണ് പിന്നെയും ആ ടോക്കിലോട്ട് കാര്യങ്ങളിലോട്ടാണ് വരാറുള്ളത്. സോ ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളുള്ളത്. നമുക്ക് ബാക്കിയുള്ള ബോണ്, ഹാർട്ട്, റെസ്പിറേറ്ററി ഇതെല്ലാം റെഡിയാക്കാതെ നമുക്ക് വെറുതെ മെഡിസിനെ മാത്രം കുറിച്ച് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് വലിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ചോദ്യങ്ങളുള്ളവർ ദയവായി അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. മാം, ഇപ്പോ മാം റെസ്പിറേറ്ററി കെയറിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ മാം പറഞ്ഞായിരുന്നു കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കാൻ പറ്റുന്ന കുട്ടികളിൽ അത്ര അധികം റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ കൈ. അപ്പൊ മാം ഇപ്പോ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള DMD കുട്ടികളിൽ ഇപ്പൊ 2-3 പേരായി ഒരു കുട്ടി ആംബുലേറ്ററി ആണ്. ആ കുട്ടിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു. 1-2 ദിവസം പനി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പനി മാറി. പക്ഷെ കൊച്ചിന് റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു. ഈ കുട്ടിക്ക് ട്രക്കെസ്റ്റമി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ചില കുട്ടികൾക്ക് ഈ വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻസ് വരിക, അല്ലെങ്കിൽ ചില കുട്ടികളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് മാം സംഭവിക്കുന്നത്? കാരണം അധികം റെസ്പിറേറ്ററി വീക്ക്നെസ്സിന്റെ ഏജിലേക്ക് എത്തുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? അതിന് എന്താണ് ഒരു പരിഹാരം ഉള്ളത്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാം, ഒരു ബ്ലഡ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഇതുപോലെ സ്ലീപ്പ് സ്റ്റഡിയിൽ കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിൽ അറിയാൻ പറ്റും. ആ ടെസ്റ്റിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് മിക്കവാറും ഇപ്പൊ വരുന്ന ഒരു പ്രോബ്ലം പറഞ്ഞ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്ന ഫ്ലൂ വൈറസ് ആണ്. സോ ദാറ്റ് ഫ്ലൂ വൈറസും അതിന്റെ കുറെ വൈറസസും ആണ് ആൾക്കാരെ ഭയങ്കര തകർത്തുന്നത്. നോർമലായിട്ട് പോകുന്ന ഒരു കുട്ടി തന്നെ വെന്റിലേറ്ററിലോട്ട് ആകുന്നുണ്ട്. അപ്പോൾ DMD കുട്ടികളും SMA കുട്ടികളും ബാക്കി മസിലിന്റെ പ്രശ്നമുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കൂടുതലാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ അതിന്റെ ഭാഗമായിട്ട് കൂടി വരുന്നതാണ്. അതുകൊണ്ടാണ് ആംബുലേറ്ററി കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മൊത്തം തകർന്നു പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ബ്ലഡ് ടെസ്റ്റ്. സോ ദാറ്റ് ഇസ് എ റീസൺ ഞാൻ വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നുണ്ട്, വാരിസെല്ല എടുക്കുന്നുണ്ട്, ബട്ട് എല്ലാ കൊല്ലവും എടുക്കേണ്ട ഫ്ലൂ വാക്സിൻ മിക്കവാറും ആൾക്കാർ മറന്നു പോകുന്നുണ്ട്. സോ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്നാണ് എന്റെ ഫസ്റ്റ് ഒരു ഒപ്പീനിയൻ ഉള്ളത്. സെക്കൻഡ് തിങ് ഇസ് റിഗാർഡിംഗ് ദ മറ്റേ ബ്ലഡ് ടെസ്റ്റ്. അപ്പൊ നമ്മൾ സ്ലീപ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് തന്നെ വാട്ട് വി ഡു ഇസ് ഏർലി മോർണിംഗ് BBG അല്ലെങ്കിൽ ABG പറഞ്ഞ സംഭവം എടുക്കുന്നതാണ്. BBG ABG പറയുന്നത് ബ്ലഡിന്റെ ഗ്യാസിന്റെ അളവാണ്. അതായത് കുട്ടി ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ആളുടെ ശരീരത്തിൽ എത്ര ശതമാനം ഓക്സിജന്റെ അളവുണ്ട്, എത്ര ശതമാനം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ ആൾക്കിന്റെ മസിൽസ് രാത്രി ഉറങ്ങുമ്പോൾ വീക്ക് ആവുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ദാറ്റ് അവർക്ക് ബൈപ്പാപ്പിന്റെ ഉപയോഗം ആവശ്യം വരാന്നുള്ളതാണ് ആ ബ്ലഡ് ടെസ്റ്റിന്റെ ഒരു സൂചിപ്പ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ അത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ ഏർലി മോർണിംഗ് ABG അല്ലെങ്കിൽ BBG എടുക്കാറുള്ളതാണ്. ബട്ട് പ്രോബ്ലം എന്താ പറഞ്ഞാൽ നമ്മളൊരു കുട്ടി അവേക്ക് ആയിട്ട് എണീറ്റ് നിങ്ങൾ വേറൊരു സെന്ററിൽ പോയി അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും കുട്ടിയുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവ് നോർമൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ഐഡിയലി നമുക്ക് ഇൻ ഹോസ്പിറ്റൽ സെറ്റപ്പ്, അതായത് നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവിടെ രാത്രി കടന്നൊരു സ്ലീപ് സ്റ്റഡി ചെയ്യുന്നുണ്ട്, എന്നിട്ട് രാവിലെ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അതിന്റെ ഒരു യൂട്ടിലിറ്റി കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുണ്ടാവും. SMA ആണ്, ഞാൻ SMA type 2. ഞാൻ എല്ലാ വർഷവും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്ന ഒരാളാണ്. ന്യൂമോകോക്കൽ എടുക്കാറുണ്ട്. പക്ഷേ റെഗുലറായിട്ട് വൺസ് ഒരു റെസ്പിറേറ്ററി ചലഞ്ച് ഉണ്ടാകാറുണ്ട്. ഒരു 21-28 ഡേയ്സ് ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, കണ്ടിന്യൂസ് നെബുലൈസേഷൻ ഒരു 21-28 ഡേയ്സ് വേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ വാക്സിനേഷൻ എടുത്തിട്ടും വീണ്ടും ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പറയുമോ?
ദാറ്റ്സ് ബിക്കോസ് ഓഫ് ചെസ്റ്റ് മസിൽ വീക്ക്നെസ് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ചെസ്റ്റ് മസിൽ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാനാണ് ഈ സ്പൈറോമെട്രി നമുക്ക് സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിക്കണം. സ്പൈറോമെട്രി പൾമണോളജിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരും. ആ ഒരു ബലൂൺ വെച്ചിട്ട് നിങ്ങൾ ഊതാൻ പറയില്ലേ, ഞാൻ ജസ്റ്റ് ചെയ്യുന്നുണ്ട് മാം. ഞാൻ പ്രാണായാമം ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ. സോ നമുക്ക് വൺ തിങ് ഇസ് ബിക്കോസ് ചെസ്റ്റ് മസിൽ വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻ റെഗുലർ ആയിട്ട് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് വാക്സിൻസ് പറ്റുന്നതാണ്, സ്പൈറോമെട്രി പറ്റുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മസിലിന്റെ വീക്ക്നെസ് നമുക്കൊന്ന് നോക്കി. നിങ്ങൾ ബൈപ്പാപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? നൈറ്റ് ടൈം ബൈപ്പാപ്പ്? അങ്ങനൊന്നുമില്ല, ബൈപ്പാപ്പ് കാര്യങ്ങളൊന്നുമില്ല. സ്ലീപ് സ്റ്റഡി ലാസ്റ്റ് എപ്പോഴാ ചെയ്തിരിക്കുന്നത്? ഉറക്കം നന്നായിട്ടുണ്ട്, ഉറക്കത്തിന് യാതൊരു പ്രശ്നമില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ബിക്കോസ് നമുക്കത് സ്ലീപ് സ്റ്റഡി എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസ് ആവണം എന്നില്ല, ബട്ട് യുവർ മസ്റ്റ് ബി വർക്കിംഗ് വെരി ലെസ് അറ്റ് നൈറ്റ്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്നൊന്ന് നോക്കണം. ആൻഡ് റെഗുലർ യൂസ് ഓഫ് ബൈപ്പാപ്പ് കുറെ ഇൻഫെക്ഷൻസിനെ കുറയ്ക്കാറും ഉള്ളതാണ്. സോ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പൾമണോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചിട്ട് സ്ലീപ് സ്റ്റഡി ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഹലോ മാം, ഞാനിപ്പോ ഒരു 2-3 വർഷമായി ബൈപ്പാപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോ ഞാൻ അവിടെ വന്നിട്ടാണ് സ്ലീപ് സ്റ്റഡി ചെയ്ത് 3 വർഷം മുന്നേ. അന്ന് സ്ലീപ് സ്റ്റഡിയിലൊന്നും കുഴപ്പങ്ങൾ കണ്ടില്ല. ഞാൻ കുഴപ്പമില്ല, ബൈപ്പാപ്പ് ഒന്നും വേണ്ടാറിന് തിരിച്ചു വിട്ടതാണ് എന്നെ. അപ്പോ ഞാന് ഇത് 2 വർഷം മുന്നേ ഒന്ന് കൂടുതൽ പ്രോബ്ലങ്ങളായി, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാതായി. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു പൾമണോളജിസ്റ്റിനെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ബൈപ്പാപ്പ് വെച്ച്. വെച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്താ ഈ കഫക്കെട്ട് ഇടക്കിടക്ക് വന്നായിരുന്നു, അതിപ്പോ കുറെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അഡ്വൈസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് അഡ്വൈസ് ചെയ്തിട്ടാണ് എനിക്ക് ചെയ്തതെന്ന്. എനിക്ക് ഫുഡ് ഇറങ്ങാതായി, 2 മാസത്തോളം ഫുഡ് ഇറങ്ങാതെ ലിക്വിഡ് വഴിയാണ് കഴിച്ചായിരുന്നു. ഈ ബൈപ്പാപ്പ് യൂസിങ് ആയി ഒരു 6-7 മാസം ആയപ്പോ നോർമൽ ഭക്ഷണം ഇറങ്ങാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് 2D എക്കോ GLS ചെയ്യണമെന്ന് ഒരു വട്ടം ചെയ്തു, ഇനിയിപ്പോ 1 കൊല്ലമായി. അടുത്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുകളിലൊന്നും അവൈലബിൾ അല്ല. എവിടെയാ നിങ്ങളുടെ വീട്? എവിടെയാ? ഞാൻ പാലക്കാടാണ്. പാലക്കാടാണ്. മാമിന് വന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്ക് കുറെ കാലം മുന്നേ വന്നിട്ടുണ്ടാവും, നിങ്ങൾ 3 years മുന്നേ അല്ലേ? വന്നിട്ടുണ്ട്. സോ ഹക്കീമിനെ ഓൺലി തിങ് ഇസ് നമുക്ക് ഇതിനായിട്ട് ട്രെയിൻ ആയിട്ടുള്ള പ്ലേസസ് വളരെ കുറവാണ്, ടു ബി വെരി ഫ്രാങ്ക്. അപ്പോൾ 2D എക്കോ വിത്ത് GLS സ്കോറിംഗ് ആണെങ്കിൽ എനിക്ക് കാലിക്കറ്റിന്ന് ഐ നോ ദാറ്റ് ഇവിടെ എല്ലാവർക്കും ഐഡിയ ഉണ്ട് ചെയ്യിക്കുന്നുള്ളത്. ബാംഗ്ലൂരിൽ എനിക്ക് ഐഡിയ ഉണ്ട് അവരെന്തായാലും ചെയ്യുന്നുള്ളത്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ കാർഡിയോളജിസ്റ്റ് കോയമ്പത്തൂരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ ഒന്ന് ട്രൈ ശ്രമിച്ചു നോക്കാനും പറ്റുന്നതാണ്. ലൈക്ക് കോവൈ മെഡിക്കൽ സെന്റർ കോയമ്പത്തൂരിൽ പോസിബിലിറ്റി ഉണ്ടാവും. ശരവൺ ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. ശരവണൻ സാറിനെ കാണിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ബിക്കോസ് സാർ വിൽ ഡെഫിനറ്റ്ലി നന്നായിട്ടൊന്ന് ഗൈഡ് ചെയ്ത് തരുന്നതുമാണ് നിങ്ങൾക്ക് 2D എക്കോന്റെ കാര്യമായിട്ട്. 1 വർഷമായിട്ട് സാറിന്റെ മെഡിസിൻ ആണ് കഴിക്കുന്നത്. അതെ. മാഡം, ഞാൻ മുബച്ചിർ, മണ്ണാർക്കാടാണ് സ്വദേശം. എനിക്ക് 2 കുട്ടികളുണ്ട്, ആൺകുട്ടികളാണ്. വലിയ മോന് 5 വയസ്സ്, ചെറിയ മോന് 1 വയസ്സ്. അവർക്കിപ്പോ എനിക്ക് ഉണ്ടായിരുന്ന മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല. ഓടിച്ചാടി നടക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ശാരീരിക പ്രകൃതി കാണുമ്പോ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഒന്ന് ചില സമയത്തൊക്കെ അവനറിയാതെ തന്നെ ഇങ്ങനെ ഓടുന്നതിന്റെ ഇടയിലൊക്കെ ചിലപ്പോ വീണ് പോകും, അല്ലെങ്കിൽ നടക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് സ്ലിപ്പായി വീണ് പോകുന്നുണ്ട്. പക്ഷെ എന്നാ ഓടി നടക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ആൾക്ക് ചിരിന്നുള്ള ഭാവം വരൂല. ഇപ്പൊ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ ചിരിക്കാൻ ആ ഭാവം വരൂല. പക്ഷെ ഒരു കരയിലെ അല്ലെങ്കിൽ വേറൊരു രൂപത്തിലുള്ള ഒരു ചിരിയാണ് ചിരിക്കുക. അതുപോലെ തുപ്പാന് കഴിയൂല. നമ്മള് ഒരു 5 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സുള്ള കുട്ടി തുപ്പണ ആ ഒരു വോയിസിൽ തുപ്പാനും അങ്ങനെയൊന്നും കഴിയണില്ല. അപ്പൊ
അതിപ്പോ നമ്മളെ ഈ രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതായിരിക്കോ, അതിന് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങളുടെ ഡയഗ്നോസിസ് എന്തായിരുന്നു? നിങ്ങളുടെ ഡയഗ്നോസിസ് DMD ആയിരിക്കില്ല. മസ്കുലർ ഡിസ്ട്രോഫിയാണ്. മസ്കുലർ ഡിസ്ട്രോഫിയാണ്. That's what muscular dystrophy നിങ്ങളുടെ പ്രോബബ്ലി അത് ഫേഷ്യോസ്കാപ്പുലോഹ്യൂമറൽ മസ്കുലർ ഡിസ്ട്രോഫി ആയിരിക്കും, FSHD. അങ്ങനെ എന്താണ് സർട്ടിഫിക്കേഷൻ കാണുന്നത്? ദാറ്റ് ഈസ് ദ റീസൺ നമ്മൾ എപ്പോഴും ജനറ്റിക് ഡയഗ്നോസിസ് വേണം എന്നുള്ളത് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ സംഭവം ഇത് കുട്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ആൾക്ക് സംശയം ഉണ്ട് എനിക്ക് ഒരു മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ടാവോ എന്നുള്ളത്. അപ്പൊ അവരെ ഒന്ന് നേരിട്ട് കാണുന്നത് ബെറ്റർ ആയിരിക്കും. ഇത് നമ്മൾ കാണാന് എവിടെയാണ്? ഞാനിപ്പോ മണ്ണാർക്കാടാണ്. നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെന്ന് പറഞ്ഞു. മിംസില് ഞാനുണ്ട്. മിംസിൽ എനിക്ക് കാണാൻ പോകുന്നതായിരിക്കും. കോഴിക്കോട് മിംസിലാണ്. ദിവസങ്ങള് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ജെറിന് അയച്ചു തരും. ഓക്കെ. അതായത് ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് വരുന്നുണ്ടോ? അങ്ങനെ ഫസ്റ്റ് ഞാൻ മക്കളെ ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ടെസ്റ്റുകൾ എന്താ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. നമ്മളിപ്പോ എടുത്തു ചാടി കുറെ ഉള്ള ടെസ്റ്റുകളെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. നമ്മൾ ഫസ്റ്റ് മക്കളെ കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. താങ്ക് യു മാഡം. ശരി മാഡം, ഞാന് മാഡത്തിനെ കാണിക്കണ ഹബ്ബാബ് എന്ന് പറഞ്ഞ കുട്ടീന്റെ അമ്മയാണ്. പറയൂ. മോനെ നടന്നീന്ന് ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് നടത്തം നിന്നിക്കണ വീൽ ചെയറിലാണ്. പെട്ടെന്ന് നടത്തം നിക്കാണ് ചെയ്തത്. അപ്പൊ എന്താപ്പോ മരുന്നും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരുമോ? മാഡത്തിനെ കാണിച്ചപ്പോ 4 മാസമായി. 4 മാസമായി. ഇപ്പൊ ഞാൻ കാണുന്നത് നല്ലതായിരിക്കും. ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ മരുന്നുകൾ വേണോന്നുള്ളത് തീരുമാനിക്കാം. അവന് താഴെയുണ്ട് ഒരു കുട്ടി, ആൺകുട്ടിയാണ്. അവനക്ക് 2 വയസ്സായി. അപ്പൊ മാഡം പറഞ്ഞു 2 വയസ്സായതിന്റെ ശേഷം നമുക്ക് അവനക്ക് മരുന്ന് എന്തെങ്കിലും കൊടുക്കാന്ന്. അവനെ ടെസ്റ്റ് നമ്മൾ ജനറ്റിക് നടത്തിയപ്പോ DMD ആണ് കാണിക്കുന്നത്. ഞാൻ മോനെ ഒന്ന് കാണട്ടെ. മോന്റെ ഫങ്ഷണൽ അബിലിറ്റി, അതായത് മോന്റെ കഴിവുകളൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ടേ ഞാൻ സ്റ്റിറോയിഡ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടാവുള്ളൂ. കാണുമ്പോ പ്രശ്നമില്ല. മൂത്ത കുട്ടീനെ പോലെ അല്ല ഓന്. മൂത്ത കുട്ടി ചെയ്യാനൊക്കെ ഒരു താമസം, ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ശരി, 2 വയസ്സായ കുട്ടിക്ക് അങ്ങനത്തതൊന്നും ഇപ്പൊ കാണുന്നില്ല. ത്തിന്റെ ഇതൊക്കെ കാലിന്റെ വണ്ണും വളവൊക്കെ മൂത്ത കുട്ടീന്റെ അതേ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത്. നമുക്ക് എന്താ അറിയില്ല. അപ്പൊ നേരിട്ട് കാണേണ്ടി വരും അല്ലേ? അതെ, ഒന്ന് കണ്ടിട്ട് നോക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മളങ്ങനെ കരുതിയിട്ട് മരുന്നുകൾ കൊടുക്കണ്ട. നേരിട്ട് കൊച്ചിനെ കണ്ടിട്ട് മരുന്ന് കൊടുത്താൽ മതിയാവും. ഒറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് മാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 11 വയസ്സായ ആംബുലേറ്ററി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ ട്രക്കിസ്റ്റമി വേണ്ടി വന്നു. ഈ ട്രക്കിസ്റ്റമി നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചെയ്താൽ അത് റിവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഈ ട്രക്കിസ്റ്റമി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എപ്പോഴാണ് വരുന്നത്? അതിങ്ങനെ മാൻഡേറ്ററി ആണോ? അത് ചെയ്താൽ തന്നെയാണോ സേവ് ആവുക കുട്ടികൾ? അത് ആ കുട്ടിയുടെ റെസ്പിറേറ്ററി ഫെയിലിയർ ആയി എന്നാണ് പറഞ്ഞത്. അപ്പൊ കുട്ടി ട്രക്കിസ്റ്റമി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ വരുമോ? DMD കുട്ടികൾ വരുവാണെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും മാം? ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് ട്രക്കിയോസ്റ്റമി വേണ്ടിയുള്ള കാര്യം പറഞ്ഞ ബിക്കോസ് ആ ചെസ്റ്റ് മസിൽസ് തീരെ വർക്ക് ആവുന്നില്ല. നമുക്ക് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് നമുക്ക് കുട്ടിക്ക് ആവശ്യമുണ്ട്. അതായത് there are multiple types of ventilation mechanism ഉണ്ട്. ബൈപാപ്പ് എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആണ്. നോൺ ഇൻവേസീവ് പറഞ്ഞാൽ ഈ ബൈപാപ്പ് ഉപയോഗിക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നില്ല. വീട്ടിലുള്ള ആൾക്കും ബൈപാപ്പ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഈ മാസ്കിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആളുടെ റെഡി ആവുന്നതാണ്. ബ്രീതിങ് എഫേർട്സ് വരുന്നതാണ്. കുട്ടികൾ ബെറ്റർ ആവുന്നതാണ്. ബട്ട് അതേ സമയത്ത് നമുക്ക് ഈ സെയിം കുട്ടികൾ കുറച്ചും കൂടെ മസിൽസ് വീക്ക് ആവുമ്പോൾ, അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടുള്ള സമയം, ചെസ്റ്റ് വർക്ക് ആവാത്ത സമയത്ത് നമുക്ക് ഈ മാസ്ക് വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെയും മസിൽസ് വീക്ക് ആവുമ്പോൾ നമുക്ക് അപ്പോൾ ട്യൂബിലോട്ടുള്ള ഒരു ട്രക്കിയോസ്റ്റമി വെന്റിലേഷൻ ആണ് വേണ്ടി വരിക. അതാണ് നമ്മൾ നോർമലി വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നത്. ബട്ട് നോർമൽ വെന്റിലേറ്ററുടെ കണക്ഷനിൽ നമുക്ക് ഒരാൾക്ക് ഒരു 7 ദിവസം മാക്സിമം 14 ദിവസം വരെ വെന്റിലേറ്ററിൽ വെക്കാൻ പറ്റുള്ളൂ. അത്
കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ നമ്മള് ബ്രീതിങ് എടുക്കുന്ന വിൻഡ് പൈപ്പ് കാര്യങ്ങളെല്ലാം നാരോ ആയി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ട്രക്കിയോസ്റ്റമിയുടെ കാര്യങ്ങളിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നത്. സോ ആവോളം നമ്മൾ ട്രക്കിയോസ്റ്റമി ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഒരു കുട്ടിയുടെ കാര്യങ്ങളിൽ നോക്കാറുള്ളത്. ബട്ട് ഒരു സിറ്റുവേഷൻ വരുന്നു നമ്മൾ എന്ത് കൊടുത്തിട്ടും സേവ് ആവാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ട്രക്കിയോസ്റ്റമിയിലോട്ട് പോകാറുള്ളത്. ജീവൻ രക്ഷിക്കാൻ വേറെ ഓപ്ഷൻ അത് റിവേർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും. റിവേർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ബട്ട് അത് റിവേർട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ള നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. മാം, പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പറയൂ. ഒന്നിടവിട്ട ദിവസങ്ങളിലോ സ്ഥിരമായിട്ടോ നെബുലൈസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, നെബുലൈസേഷൻ എന്ത് നെബുലൈസേഷനാ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്ന നെബുലൈസേഷൻ എന്നായിട്ട്? നമ്മൾ എല്ലാ ദിവസവും സാൽബ്യൂട്ടമോൾ ലിവോളിൻ യൂസ് ചെയ്യാൻ പറയൂല. ഡുവോലിൻ അങ്ങനെ ഡെയിലി കൊടുക്കണ്ട. ആരായിരുന്നു നിങ്ങൾക്ക് അത് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കോട്ടയ്ക്കൽ മിംസിലെ ഓക്കെ. ഡുവോലിൻ എത്ര ദിവസം കൊടുക്കാൻ പറഞ്ഞു അവരങ്ങനെ? കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നരാടത്തിന്റെ ആവശ്യം വരുവാണെങ്കിൽ സാറിനെ കാണാനുള്ള സമയമായിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഈ ഡുവോലിൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു മാക്സിമം ഒരു 15 days കൊടുക്കും, 20 days കൊടുക്കും. ബട്ട് അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഒരാൾ ഡെയിലി വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ആൾക്ക് ഡുവോലിൻ അല്ലാത്ത വേറെ നെബുലൈസേഷൻസിന്റെ ആവശ്യം വരുന്നതാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് നമുക്ക് തിരിച്ചു പോയി ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് ഇവിടെ. മാഡം, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫൊറാക്കോട്ട് 5mg എന്ന് പറഞ്ഞ ഇതാണ്, അതും ഇതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഫുറക്കോർട്ട് ഇസ് എ സ്റ്റിറോയിഡ്. അത് നമ്മൾ ഒരു 3 months 6 months അങ്ങനെ കോഴ്സ് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ അത് നമുക്ക് ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല. ബട്ട് നമുക്ക് ഡ്യുവലിൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂല. കുറച്ച് സമയം കഴിഞ്ഞ് ഹോൾട്ട് ചെയ്യണം നമുക്കത് കൊടുക്കുന്നത്. കളക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളായിട്ട് ഐ തിങ്ക് ജെറിൻ കുറെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കോമൺ ഡൗട്ട്സും കാര്യങ്ങളാണ് ഉള്ളത്. ബട്ട് അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സോ അതാണ് മെയിൻ ആയിട്ട് ഞാൻ പറയാൻ വരുന്നത്. ഒരു കുട്ടിയുടെ കാര്യങ്ങൾ പോലെ തന്നെ എല്ലാ കുട്ടികൾക്കും സംഭവിക്കണമെന്ന് ഇല്ല. സോ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരാളുടെ കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരാളുടെ ഹാർട്ടിന്റെ പ്രശ്നമായിരിക്കില്ല മറ്റൊരാൾക്ക്. ഇപ്പൊ ബബിതയ്ക്ക് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. മെയിൻ ഡൗട്ട് ഉണ്ടായിരുന്നത് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു, ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഈ കുട്ടിക്ക് ഇങ്ങനെയായി, ആ കുട്ടിക്ക് അങ്ങനെയായി. സോ ഇപ്പൊ നമ്മള് DMDയുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോ അതല്ലാത്ത കുറെ പ്രയാസം ഇല്ലാത്ത കുട്ടികൾക്കും ഈ ട്രക്കിയോസ്റ്റമി ഒക്കെ ആവശ്യം വരുന്നുണ്ട്. നോർമലായിട്ട് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടി വൈകുന്നേരം വെന്റിലേറ്ററിലായി ഒരാഴ്ചയിൽ ആ ട്രക്കിയോസ്റ്റമി പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ മറ്റൊരു കുട്ടിക്ക് കമ്പയർ ചെയ്യരുത്. എല്ലാവരും നിങ്ങളുടെ വിഷമവും കാര്യങ്ങളും കുട്ടികളുടെ ഉമ്മർത്ത് അധികം കാണിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മിക്കവാറും സമയം ഞാൻ കാണാറുള്ളത് കുട്ടികൾ എപ്പോഴും ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. എസ്പെഷ്യലി ഒരു ആംബുലേഷൻ ഇല്ലാത്തൊരു കുട്ടി, വീൽ ചെയറിലുള്ള ഒരു കുട്ടി, അത് ആ മുഖം കണ്ടാൽ അറിയാം ആ കുട്ടി എന്തുമാത്രം ഡിപ്രഷനിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ഹാപ്പി എൻവയറൺമെന്റ് അവർക്കൊന്ന് ചെയ്തു കൊടുക്കാം. അവരൊന്ന് ഹാപ്പി ആക്കാൻ നോക്കാം. നമുക്ക് ഫുൾ ടൈം ഇവൻ ഇങ്ങനെ ആയിപ്പോയി, ഇവൻ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വിഷമപ്പെട്ട് ആ കുട്ടികളെ വിഷമപ്പെടുപ്പിക്കേണ്ടെന്നാണ് ഞാൻ പറയാറുള്ളത് എപ്പോഴും. അതൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ. എല്ലാ തവണയും ഞാൻ സംസാരിക്കാറുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അവരുടെ റെസ്പോൺസസ് പോലും എനിക്ക് വളരെ കുറവായിട്ടാണ് എപ്പോഴും കിട്ടാറുള്ളത്. ഇതില് സാമൂഹികമായിട്ടുള്ള ചില ഇടപെടലുകളും ഇത്തരം വിഷമങ്ങൾക്ക് കാരണമാകുമെന്ന് പറയാതെ വയ്യ. ഇപ്പൊ ഇന്നലെ ഒരു പാരന്റ്, ഞാൻ പേര് പറയുന്നില്ല, ഇന്നലെ ഒരു പാരന്റ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇവരെ കുറ്റം പറയുകയാണ്, ഈ പാരന്റിനെ കുറ്റം പറയുകയാണ്. നിങ്ങൾ അലോപ്പതിയിൽ ചികിത്സയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മറ്റു സാധ്യതകൾ തേടുന്നില്ല, നിങ്ങൾ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുകയാണ്, മറ്റേതാണ് മറിച്ചതാണ്, ആയുർവേദത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഉഴിച്ചിൽ നടത്തി മാറും, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ശരിയായിരിക്കും, ബന്ധുക്കൾ നമ്മളുടെ ഒരു അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർ നമ്മുടെ നല്ല രീതിയിൽ നടന്നു കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത്തരം തെറ്റായ ചികിത്സാ രീതികൾ ചെയ്തു കഴിഞ്ഞാൽ രോഗം വഷളാകുമെന്ന ബോധ്യമുള്ളതിന്റെ പേരിലാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയാത്തതിന്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട്. ആ പാരന്റ് ഇന്നലെ വിളിച്ച് കുറെ നേരം കരച്ചിലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വലിയൊരു ഇതാണ്. ഇതെല്ലാം കാണേണ്ടി വരുന്നത് പേഷ്യന്റും കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഐ നോ ദാറ്റ്
ഇറ്റ്സ് നോട്ട് ദ സെയിം. ഈ ഭാഗത്തിരുന്ന് അഡ്വൈസ് ചെയ്യുന്നത് പോലെയല്ല ആ ഭാഗത്തിരുന്ന് കേൾക്കുന്ന ആൾക്കാർക്ക്. ഫൈനലി ഒരു ഡെസ്പെറേറ്റ് സിറ്റുവേഷൻ വന്നാൽ എല്ലാവരും എല്ലാ തരത്തിലുള്ള ഞാൻ കുറെ ഡോക്ടേഴ്സിനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ഗോ ഫോർ ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി. അവരുടെ കുട്ടികൾക്ക് വരുമ്പോൾ അവർക്ക് ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ബട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, സി എവ്രിബഡീസ് ലൈഫ് ഇസ് ഡിഫറെന്റ്. ആസ് എ പേരന്റ്, ആസ് എ ചൈൽഡ്, നമുക്ക് അവരൊരു ഹാപ്പി എൻവയറൺമെന്റ് ആണ് അവരുടെ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോ നമ്മൾ ബാക്കിയുള്ള അഡ്വൈസസും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ കാതെന്ന് കേട്ട് മറ്റേ കാതെന്ന് വിടുന്നതായിരിക്കും വളരെ നല്ലതായിട്ട് ഉണ്ടാവുക. നമ്മളുടെ ഓൺ പീസ്ഫുൾ മൈൻഡിനാണ് അത് മെയിൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തോ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, അവര് നമ്മളിപ്പോ നിർദ്ദേശിക്കുന്ന സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ വിചാരം അതുകൊണ്ട് മാത്രം രോഗം പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നു ചിന്തിക്കുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. എനിക്കുണ്ടായ ഒരു രസകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മള് പേര് പറയുന്നില്ല, ഒരു ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നടത്തിയപ്പോ ആ ഡോക്ടർ നമുക്ക് സപ്ലിമെന്റ്സ് കഴിക്കുന്ന ഗുണമാണെന്ന് പറഞ്ഞ് കോഎൻസൈം ക്യൂട്ടൻ പോലുള്ള സപ്ലിമെന്റ്സ് നമുക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ചിലർക്ക് വൈറ്റമിൻ ഇ കഴിക്കാൻ പറഞ്ഞു, മസിൽ പെയിൻ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറഞ്ഞു, വൈറ്റമിൻ ഡിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ എല്ലാം നല്ല അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ടല്ലോ, പ്രൈവറ്റ് ആയിട്ട് വാങ്ങുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഒരു 3 മാസത്തോളം ഒരു പേഷ്യന്റ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് കഴിച്ചു. 3-ാമത്തെ മാസം കഴിഞ്ഞിട്ട് ആശാൻ എന്നെ കോൾ ചെയ്തേക്കാണ്, നിങ്ങളൊരു സെഷൻ വെച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എനിക്കൊരു മാറ്റമില്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും തീരാണത്, ഇത് രോഗം മാറ്റുമെന്ന് ഡോക്ടർ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾക്ക് നിലവിലെ ഇത് സാഹചര്യങ്ങൾ ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനല്ലേ. അത് അവര് മനസ്സിലാക്കുന്നില്ല. അവര് കുറച്ച് നാള് 6 മാസം അല്ലെങ്കിൽ 5 മാസം ഇത് ചെയ്തിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ, എങ്കിൽ പിന്നെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതും വലിയൊരു പ്രശ്നമല്ലേ. സോ ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങൾ മെയിൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോക്കുന്നത്, കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോ അത് പറഞ്ഞിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റിന് ദേഷ്യം വരെ ചെയ്യുള്ളൂ. അതേ നമ്മൾ ആ പറയുന്ന രീതി, നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മളത് പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യാനാണ് മാഡം പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മളൊന്ന് സജസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾക്ക് അത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിനും ഇങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പോ അതേപോലെ തന്നെ നമ്മളിപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ, നമുക്ക് DMD പറഞ്ഞത് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആണ്, നമുക്ക് കാര്യങ്ങൾ അറിയാം, ഈ രീതിയിലാണ് പോകുന്നത്. നമ്മൾ അബ്രോഡത്തെ ലിറ്ററേച്ചറും കാര്യങ്ങളും കൂടെ വായിച്ചു കൊണ്ടുവരുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അതുപോലത്തെ ഒരു സിനാരിയോ നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പോകണം. അത് ഈവൻ ബൈപാപ്പ് സ്റ്റാർട്ടിങ് ഓൾസോ ഐ ഹാവ് സീൻ ദാറ്റ് ഞാൻ ബൈപാപ്പ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞ് കുറെ ആൾക്കാർ ചെയ്യാതിരിക്കുന്നു, ഫോളോ അപ്പ് വരാൻ പറഞ്ഞ് കുറെ ആൾക്കാർ ഫോളോ അപ്പ് വരാതിരിക്കുന്നു. ബട്ട് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ ഒറ്റ കാര്യം, ഈ ബൈപാപ്പിന്റെ നെബുലൈസറിന്റെ കാര്യം പറയുമ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ക്ലീൻ ചെയ്യേണ്ട ഇതില്ലേ, മാസ്കുകൾ, ഉപയോഗിക്കുന്ന മാസ്കുകൾ, അത് പലരും അത് ചെയ്യാതെ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ, അത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ജിൻസ് ആണ് പേര്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം വന്ന മെഡിസിൻസ് എല്ലാം ഇപ്പം സ്റ്റിറോയിഡിന് പകരമുള്ള ജിംനാസ്റ്റിക് അങ്ങനെയുള്ള കേസുകളും അല്ലെങ്കിൽ ജീൻ തെറാപ്പി മെഡിസിൻ വന്നു. ഇതെല്ലാം വന്നത് നമുക്ക് ഹൈ കോസ്റ്റ് ആണ്, നമുക്കൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള സംഭവം അല്ല അറിയാമല്ലോ. പിന്നെ നമുക്ക് ഇന്ത്യയിൽ ഇതുപോലുള്ള സംഭവം മെഡിസിൻ ഡെവലപ്മെന്റ് എന്തെങ്കിലും പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇതുവരെ ജീൻ തെറാപ്പിക്കും ജിബിനോസ്റ്റാറ്റിനും അങ്ങനത്തെ പ്രോഗ്രാംസ് ഇല്ല. എക്സോൺ 51, 53, 45 സ്കിപ്പിങ്ങിന്റെ ചില പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് ആൾക്കാരെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവര് അവിടെ പോയി കുറച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ അവർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. സി ദ പ്രോബ്ലം ഇസ്, നമുക്ക് ഈ മരുന്ന് കാര്യങ്ങളും പറഞ്ഞ് അത് ഫുൾ പ്രൂവ് ഇഫക്റ്റീവ് ആണ്, 100% ഇഫക്റ്റീവ് ആണെന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇറ്റ്സ് ഓൾ സ്റ്റിൽ ഇൻ ദ ക്ലിനിക്കൽ ട്രയൽ ബേസിസിലാണ് പോകുന്നത്. ഈവൻ ജീൻ തെറാപ്പി അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ആൾക്കാർ കൊടുത്തിട്ട് അവർ അപ്രൂവ് ചെയ്തിരിക്കുന്നത്? 120 ആൾക്കാർക്ക്. അപ്പൊ നമുക്ക് 120 ആൾക്കാരുടെ ഒരു ഇഫക്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബട്ട് നമ്മളുടെ പോപ്പുലേഷൻ പറയുമ്പോൾ DMD ഇൻസിഡൻസ് തന്നെ 1 in 3,500 ആണ്. അപ്പൊ യു ക്യാൻ ഇമാജിൻ എത്ര ആൾക്കാർ ലോകത്തിൽ DMD ആയിട്ട് ഉണ്ടാവും എന്നുള്ളത്. സോ അപ്പോ നമുക്ക് കാര്യങ്ങൾ ഇതുവരെ ഒന്ന് ക്ലാരിറ്റി ആവാതെ പല ട്രയൽസിലോട്ടും പോകണ്ടാതെ ഞാൻ പറയുള്ളൂ. ആൻഡ് ക്ലാരിറ്റി ആയതിനു ശേഷം ട്രയൽസിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. കമ്മിങ് ഇയേഴ്സിൽ ഞാൻ ചോദിച്ചതല്ല, അത് അറിയേണ്ട കേസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ജീൻ തെറാപ്പിയോ ജീൻ എഡിറ്റിങ്ങോ
ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് വരാൻ ഉള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഗവൺമെന്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നോ നടക്കുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഒരു ചോദ്യം. As far as I know, I'm not aware of it. കുറച്ച് ഗ്രൂപ്പ്സ് അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഡു നോട്ട് നോ ഹൗ മച്ച് അവരുടെ റിസൾട്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്, ബട്ട് എനിക്ക് അത്ര ഡീറ്റെയിൽസ് അറിയില്ല. ഇപ്പോ SMA നമ്മൾ സൗജന്യമായിട്ട് കേരള ഗവൺമെന്റ് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുത്തിരുന്നില്ലേ? അതുപോലെ ഏതെങ്കിലും സാധ്യതകൾ DMD കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഏതെങ്കിലും അന്വേഷണങ്ങൾ അത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വന്നിരുന്നു? ഫസ്റ്റ് തിങ് ഇസ് നമുക്കൊരു പ്രോഗ്രാം കമ്പാഷനേറ്റ് യൂസ് ബേസിസിൽ കുറച്ച് കുട്ടികൾക്ക് ഇന്ത്യയിൽ കൊടുത്തിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയാലേ നമുക്ക് ഗവൺമെന്റ് ആ പ്രോഗ്രാമിനെ അവരെ എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ കൊടുക്കുന്ന മരുന്നുകളൊക്കെ ആ കമ്പനി തന്നെ ഫസ്റ്റ് കുറച്ച് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അതുപോലെ അവർ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലും തന്നെ ഓൾമോസ്റ്റ് ഒരു 300 കുട്ടികൾക്കോളം ഒരു ഡേറ്റ കിട്ടിയതിന് ശേഷമാണ് ഗവൺമെന്റ് ഹാസ് ടേക്കൺ അപ്പ് ദ പ്രോഗ്രാം. ഇപ്പൊ ഒരു ഗവൺമെന്റ് ബൾക്കിൽ പ്രോഗ്രാം എടുക്കുമ്പോൾ നാച്ചുറലി അവര് കമ്പനിയും കുറച്ചൊന്നും പ്രൈസും കാര്യങ്ങളും കുറച്ച് കൊണ്ടുവരുന്നതുമാണ്. അപ്പോ അങ്ങനത്തെ ഒരു ഇഫക്റ്റ് നമുക്ക് കുട്ടികളിലോട്ട് കണ്ടിട്ടാണ് നമുക്ക് അതിലോട്ടൊന്ന് പോകാൻ പറ്റുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കമ്പനി ഷുഡ് സ്റ്റാർട്ട് സം കമ്പാഷനേറ്റ് യൂസ് ബേസിസിൽ വല്ല മരുന്നും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. സോ ആ കമ്പാഷനേറ്റ് യൂസ് പ്രോഗ്രാം വരാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കമ്മിങ് ഇയേഴ്സ് 1 or 2 years വരണം എന്നാണ് ചിന്തിക്കുന്നത്. എന്റെ പേര് എബി. LGMD-യിൽ നിലവിൽ പുരോഗതി ഉണ്ടോ? അതിനെപ്പറ്റി സ്റ്റഡീസ് നടക്കുന്നുണ്ടോ? മരുന്നുകൾ വല്ല ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഏതില്ല? DMD-ലാ? LGMD. സോ LGMD അഡ്വാൻസസ് കുറെ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നുണ്ട്, ബട്ട് നത്തിങ് ഹാസ് കം ഫോർ എൻ FDA അപ്രൂവൽ ആയിട്ടൊന്നും വന്നിട്ടില്ല. ബട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു മാഡം. ഹലോ മാം, ഇതില് 18 വയസ്സായ DMD ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ കൂടുതൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? 18 വയസ്സായുള്ള ആൾക്കാർക്ക് അഗെയിൻ ബോൺ ഹെൽത്ത്, കാർഡിയാക്, ഹോൾട്ടർ മോണിറ്ററിംഗ്, 2D എക്കോ ആൻഡ് റെസ്പിറേറ്ററി. നിങ്ങൾ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈപാപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്വാലോയിങ് അബിലിറ്റീസ് ബെറ്റർ ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം യു ആർ ഡൂയിങ് ബെറ്റർ. ആ കാര്യമാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇപ്പൊ 34 ആയ ഏജ്. വെയിറ്റ് ഓൾസോ ഹാസ് ഇംപ്രൂവ്ഡ്. അതെ. പറയാം. ഞാന് റിഷാദാണ്, ഡോക്ടർ പേഷ്യന്റ് ആണ്. അറിയോ? അറിയാം. ഞാന് എന്റെ അനിയ അൻവർ പായസല്ലേ, അവൻ കഫകെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ PK ദാസിലാണ് കാണിച്ചത്. അപ്പോ ഇത് ഒമറോണിന്റെ ഇതാണ് തന്നത്. എന്തായിരുന്നു തന്നത്? ഒമറോൺ. അതില്ലേ കഫകെട്ട് വരുമ്പോ ഡോക്ടർ എഴുതിയത് PK ദാസിന്. മനസ്സിലായോ? മനസ്സിലായി. അത് കുഴപ്പമുണ്ടാവും ഒമറോണിന്റെ? ഇല്ല, കുഴപ്പമില്ല. ബട്ട് ആൾക്ക് എങ്ങനെയുണ്ട്? അൻവറിന് എങ്ങനെയുണ്ട്? ഇപ്പൊ ക്ലിയർ ആയി. ആന്റിബയോട്ടിക് എഴുതിയപ്പോഴാണ് ക്ലിയർ ആയത്. കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മാഡം, എന്റെ പേര് വിനോദ് എന്നാണ്, എറണാകുളത്ത്. എന്റെ മോന് ഇപ്പൊ 10 years. അപ്പോ എനിക്ക് അറിയേണ്ടത്, നമുക്കിപ്പോ എറണാകുളം, തൃശ്ശൂര്, ഈ ആലപ്പുഴ, കോട്ടയം, ഈ അടുത്തുള്ള ഡിസ്ട്രിക്റ്റില് ആസ്റ്ററില് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ക്ലിനിക്കായിട്ട് വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ആസ്റ്ററില് തുടങ്ങിയിട്ടില്ല, ക്ലിനിക് ആയിട്ടില്ല. ബട്ട് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ആസ്റ്ററിലും ഉണ്ട്, അമൃതയിലും ഉണ്ട്. ഞാൻ അമൃതയിൽ കാണിച്ചതാണ് മോനെ. അപ്പൊ നമുക്ക് എല്ലാ ക്ലിനിക്കും കൂടെ ഒരു സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ റെഗുലർ ചെക്കപ്പ്, കാർഡിയോളജി, ഇതെല്ലാം കൂടെ അറ്റ്ലീസ്റ്റ് once in a month വരുവാണെങ്കിൽ ഇപ്പൊ അടുത്തുള്ള ഒരു 3-4 ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർക്ക് കൊണ്ടുവരാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ പിള്ളേർ ആംബുലൻസ്, അപ്പൊ ഇങ്ങനത്തെ പിള്ളേരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ ഇർഷാദ് പാലക്കാട്. അപ്പൊ അവര് വീട്ടില് 2 കുട്ടികൾ വീഴ്ചയിലാണ്. അപ്പൊ 2 അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞ ഇറ്റ് ഇസ് നോട്ട് ഈസി ടാസ്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവര് ഫോളോപ്പിന് വരാതിരിക്കുന്നത്. അപ്പോ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അതുപോലത്തെ സ്ഥാപനങ്ങൾ നമുക്ക് ഗവൺമെന്റിന്റെ അടുത്ത് തന്നെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും വരുത്തണം എന്നാണ് എന്റെ ഒരു എല്ലാ ഡിസ്ട്രിക്റ്റിലും പറ്റുവച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാലക്കാട് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വരണമെങ്കിൽ അവർക്ക് പാലക്കാട് തൃശ്ശൂർ വന്നാൽ മതി. അവിടുന്ന് ഒരു കാറ് വരണമെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാം.
ദാറ്റ് ഞങ്ങൾ ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് we can do it. can you have a word with the management of Fastia? അങ്ങനെ വല്ല ചെയ്യാൻ പറ്റും. ഷുവർ, ഞാൻ എന്റെ കൊല്ലീഗിന്റെ അടുത്ത് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് അതുപോലെ പ്ലാൻ ചെയ്യിക്കാം. കാരണം വെച്ചാൽ ഒരു അറ്റ്ലീസ്റ്റ് once in a month have a clinic, once in a month or twice in a month. അതായത് എത്ര വരുന്നു ആൾക്കാർ വരുന്നു അതിന്റെ ഫ്ലോ അനുസരിച്ച് ഇത്ര ദിവസം എന്നുള്ള ആക്കിയാൽ മതി. അപ്പൊ എങ്ങനെയായാലും parents will be bringing the children. അപ്പൊ അടുത്തുണ്ടെങ്കിൽ we can also force the people to come. ഈ ദൂരം കൂടുതൽ കാരണം വരാനുള്ള ബുദ്ധിമുട്ട് കുറെ ആൾക്കാര് റെഗുലർ ചെക്കപ്സ് ചെയ്യാത്തുണ്ട്. പിന്നെ എല്ലാം കൂടെ ഓക്കെ വി നോ ദാറ്റ് ആസ്റ്ററിലും അമൃതയിലും ഫെസിലിറ്റി ഉണ്ട്, ബട്ട് അണ്ടർ വൺ umbrella. If you go to Amrita, you have to roam the whole hospital for each and every checkup. ഈ പാവം പിള്ളേരെ കൊണ്ട് നടക്കാന്ന് വെച്ചാൽ ഈസി. മാഡം ഇപ്പൊ ഇദ്ദേഹം തൊട്ട് മുന്നേ ചോദിച്ചതുമായിട്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതായത് ഇൻ ദ കേസ് ഓഫ് എമർജൻസി, അതായത് ഒരു അടിയന്തര ഘട്ടത്തിൽ ഇത്തരം രോഗികളെ നമുക്ക് കൊണ്ടുപോയാൽ അത്യാവശ്യം ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് ഹോസ്പിറ്റൽ, അതായത് കഴിയുമെങ്കിൽ ഓരോ ജില്ലയിലും മാഡത്തിന്റെ അറിവിലുള്ളതൊന്ന് സജസ്റ്റ് ചെയ്യും. പലപ്പോഴും പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അവിടെ പേഷ്യന്റിനെ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു, അവിടുന്ന് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ തന്നെ ഒരു പക്ഷേ രോഗം വർദ്ധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ മാഡത്തിന്റെ അറിവിൽ ഏതെല്ലാം ഓരോ ജില്ലയിലും ഒരെണ്ണം വീതമെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ വൺ തിങ് ഇസ് ട്രിവാൻഡ്രത്തിൽ എന്തായാലും സാറ്റിൽ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ട്, SIT കേപ്പബിലിറ്റി ഉണ്ട്, കുഴപ്പമുണ്ടാവില്ല. പ്രൈവറ്റ് ആണെങ്കിൽ കിംസിലും കേപ്പബിലിറ്റി ഉണ്ട്, അതിനും പ്രശ്നം ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് ഉള്ളത് കൊച്ചി എന്ന് പറയുമ്പോൾ അമൃത, ആസ്റ്റർ രണ്ടിലും അവർക്ക് അതിനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളതാണ്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നതാണ്. ഗവൺമെന്റ് ആണെങ്കിൽ എനിക്ക് എത്ര ഐഡിയ ഇല്ല ആ ഭാഗത്ത് എന്തുണ്ട് എന്നുള്ളത്. ആൻഡ് തൃശ്ശൂർ ആണെങ്കിലും ഇറ്റ് ഇസ് പ്രിഫറബിൾ, നമുക്ക് കൊച്ചിയിലോട്ട് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, എസ്പെഷ്യലി ബിക്കോസ് നമുക്ക് ആ ഒരു ഏരിയയിലാണ് കുറച്ചും കൂടെ ഒരു അവയർനെസ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. കാലിക്കറ്റിലും മിംസിലും ഇതിനുള്ള അവയർനെസ് ഉണ്ട്. മലപ്പുറം ആണെങ്കിലും ആസ്റ്റർ കോട്ടക്കലിലും കുറച്ച് അവയർനെസ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് പേഷ്യൻസ് അവിടുന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമായിരുന്നു, ബെറ്റർ ആണ് അവിടെ. സോ അവിടെ നല്ലതായിരിക്കും. പാലക്കാട് ആണെങ്കിൽ PK ദാസിൽ കുറച്ചൊരു അവയർനെസ് അവർക്ക് ഉണ്ട് ചെയ്യാനായിട്ട്, നമുക്ക് അവിടെ എത്തിക്കുന്നത് കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും. സോ അങ്ങനെ മേജർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അവയർനെസ് ഉണ്ട്, പ്രശ്നമില്ല, അവിടെയും നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് മെഡിക്കൽ കോളേജ് സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ മിക്കവാറും ഇപ്പൊ മെഡിക്കൽ കോളേജസിൽ അവയർനെസ് കുറെ കൂടിയിട്ടുണ്ട്, ബിക്കോസ് SMA ട്രീറ്റ്മെന്റ് ഒക്കെ പോകുന്നത് കൊണ്ട് റെസ്പിറേറ്ററി ഫെയിലിയർ, റെസ്പിറേറ്ററി കാര്യങ്ങൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ എത്തുന്നത് നല്ലതായിരിക്കും ഞാൻ പറയുന്നു. ഒരു ഫൈനാൻസസും അധികം ബർഡൻ ആവാതെ നിൽക്കാനും അത് ഹെൽപ്പ് ആവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? മാം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ എന്തുകൊണ്ട് ഈ റെസ്പിറേറ്ററി കെയറിനെ പറ്റി കൂടുതൽ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുന്നത് ഈ റെസ്പിറേറ്ററി പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് മാം ഇതിന് എന്തായാലും ഇത് ഈ പറഞ്ഞ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഇതുപോലെ ന്യൂമോണിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ഇൻ പ്രിന്റ് ഓർ റൈറ്റിംഗ് അങ്ങനെയാണെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ചില ഹോസ്പിറ്റലുകൾ ഇപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടി ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ DMD പേഷ്യൻസിനെ അധികം ഒന്നും ചികിത്സിക്കാത്ത ഡോക്ടേഴ്സ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ, അവർക്ക് അറിയാമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻ മുന്നേ ഫേസ് ചെയ്യാത്ത ആൾക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുമോ? അതായത് ഇപ്പൊ പേഷ്യൻസിന് തന്നെ കൂടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഉണ്ടോ മാം? See, there is a standard of care for DMD children തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ബട്ട് അങ്ങനെ മിക്കവാറും ഡോക്ടേഴ്സ് DMD കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ they usually go through that protocol. അത് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ട്രീറ്റ് ചെയ്യാറുള്ളത്. സോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഗൈഡ് ലൈൻസ് ഫോർ DMD ചിൽഡ്രൻ പാരന്റ് സപ്പോർട്ട് ഗ്രൂപ്പിലും കിട്ടുന്നതാണ്. DMDയുടെ വേൾഡ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? മാം ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ എമർജൻസിയിലുള്ള എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ, ഐ മീൻ റെസ്പിറേറ്ററി അറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ്. നമുക്ക് റെസ്പിറേറ്ററി അറസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പീഡിയാട്രിഷ്യൻസ് ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ എല്ലാം സെയിം എന്നായിരിക്കും. സോ അത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും സെയിം എന്നായിരിക്കുള്ളൂ, അതിന് വലിയൊരു വ്യത്യാസം വരുന്നുണ്ടാവില്ല. എക്സെപ്റ്റ് ബൈപാപ്പ് ഇനീഷിയേഷൻ മാത്രമാണ് അത് അവർ നോക്കിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നതുമാണ്. ഓക്കെ. ബൈപാപ്പിന്റെ മാസ്കും ആ ട്യൂബും ദിവസം കഴുകണം എന്നുണ്ടോ?
ദിവസം കഴുകണം ഇല്ല. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ഒന്ന് നീറ്റായിട്ട് അതിന്റെ മാസ്ക് എസ്പെഷ്യലി അത് വന്നിട്ട് നമുക്ക് തേച്ച് ഉരച്ച് വെക്കാൻ പറ്റൂല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മതിയാവുന്നതായിരിക്കും. ഉരയ്ക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ട്യൂബിന്റെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈപ്പാപ്പ് എവിടെ നിന്ന് മേടിക്കുന്നു അവര് ആ കമ്പനി ആളുടെ അടുത്ത് തന്നെ ഒന്ന് ട്യൂബ് കെയറും കാര്യങ്ങളും കൂടെ ചോദിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ബിക്കോസ് അഗൈൻ ഓരോ ഡിവൈസിന്റെ രീതികളായിട്ടും കെയറുകൾ മാറുന്നതാണ്. എന്തായാലും നമ്മുടെ സമയം പരിധി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ഞാനത് മാഡത്തിന് ഫോർവേഡ് ചെയ്തിട്ട് അതിന്റെ മറുപടിയിൽ കൃത്യമായിട്ട് എത്തിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതുവരെ ഇത്രയും നേരം ഞങ്ങൾക്ക് പുതുതായിട്ട് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന, ഒപ്പം തന്നെ DMD പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നിലവിലെ മരുന്നുകൾ എത്രമാത്രം ഫലപ്രാപ്തി ഉള്ളതാണ്, അതിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ് എന്നെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്ന സ്മിരു മാഡത്തോട് നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു പ്രോഗ്രാം എനിക്കൊപ്പം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും സ്നേഹത്തോടെ, അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും, കാരണം ഓരോ ചോദ്യങ്ങളും ഓരോ പുതിയ അറിവുകളല്ലേ. അപ്പോൾ അതെല്ലാം കൃത്യമായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾക്കും ആ ഒരു അറിവ് കിട്ടിയത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി. താങ്ക് യു. Thank you so much.